ശരി. അപ്പോ അറിയായിരിക്കാം നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് പല പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറേ ഏരിയകൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചൊരു കുട്ടിക്ക് അതിലെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തുടങ്ങുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ഉണ്ട്. അതൊന്നും എക്സാമിന് ചോദിക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം നടക്കുന്ന റിയാക്ഷനുകൾ നമ്മൾ ഇറിവേഴ്സിബിൾ എന്നാണ് പറയുക. സിംഗിൾ ഡയറക്ഷൻ നടക്കുന്ന റിയാക്ഷനുകളെ ഇറിവേഴ്സിബിൾ എന്ന് പറയും. എന്നാൽ രണ്ട് ഡയറക്ഷനിലും നടക്കുന്നതിന് ഫോർവേഡും ബാക്ക്വേർഡും നടക്കുന്ന റിയാക്ഷനുകൾ നമ്മൾ റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ റിവേഴ്സിബിൾ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിളാണ് ഇടുക. റിവേഴ്സിബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നതിന് നമ്മൾ ഫോർവേഡ് എന്ന് പറയും, ബാക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നതിന് നമ്മൾ അതിനെ ബാക്ക്വേർഡ് എന്ന് പറയും. അങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, ഇതില് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്, ആദ്യത്തെ കോൺസെപ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടുന്നാണ് ശരിക്കും തുടങ്ങുന്നത് കേട്ടോ. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് വൈ ഇക്വിലിബ്രിയം ഈസ് കാൾഡ് ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോ അതൊരു എക്സാമ്പിൾ സഹിതം ഞാനിവിടെ പറയാം. നോക്ക്, ബീക്കറിൽ വെള്ളം എടുത്തു, ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട്. ബീക്കർ വെച്ചു, ആ ബീക്കറിലും എന്തുണ്ടെന്ന് അറിയാലോ, ആ ബീക്കറും ഈ ബീക്കറും കൂടി ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ നിന്ന് വെള്ളത്തിന് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളത്തിന് മൂവ് ചെയ്യാൻ പറ്റും. ആ മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഫോർവേഡ് പ്രോസസ് എന്നാണ് പറയുക. ഓക്കെ, എന്നാൽ കുറേ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ രണ്ട് സൈഡിലുള്ള വാട്ടർ ലെവൽ സെയിം ആയിട്ട് മാറും. രണ്ട് സൈഡിലുള്ള വാട്ടർ ലെവൽ എന്തായിട്ട് മാറും, സെയിം ആയിട്ട് മാറും. അതായത് ഒരേപോലെ ആയിട്ട് മാറും വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ എയിലുള്ള വാട്ടർ മോളിക്യൂൾ ആൾവേസ് എയിൽ തന്നെ നിൽക്കുന്നു എന്നോ ബിയിലുള്ള വാട്ടർ മോളിക്യൂൾസ് ആൾവേസ് ബിയിൽ തന്നെ നിൽക്കുന്നു എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം? നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരേപോലെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാലോ? ഒരു പ്രോസസ്സ് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ ഫോർവേഡ് നടക്കുന്ന അതേ റേറ്റിൽ ബാക്ക്വേർഡ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് എന്നാണ് വിളിക്കുക. അപ്പൊ ഇനി മറക്കല്ലേ കേട്ടോ. വൈ ഇക്വിലിബ്രിയം ഈസ് കാൾഡ് ഡൈനാമിക് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇക്വിലിബ്രിയം റിയാക്ഷൻ ഡസ് നോട്ട് സ്റ്റോപ്പ് ബട്ട് ദി ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ദി സെയിം റേറ്റ് എന്നാണ് പറയുക. ഒരേ റേറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇക്വിലിബ്രിയത്തെ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത് എന്നാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് വലിയൊരു ടോപ്പിക്കാണ്. എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ നമ്മുടെ മെറ്റീരിയലിലൂടെ അല്ല പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. അതായത് ഇപ്പോ ഒരു എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ, നേരെ നോക്കിക്കോട്ടോ, എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ്, ഞാൻ പി എഴുതിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഡിറൈവ് ചെയ്ത് തരാം കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ആണെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത്, കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ലോനെ നമ്മൾ വിളിക്കുക ലോ ഓഫ് മാസ് ആക്ഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ലോ ഓഫ് മാസ് ആക്ഷൻ.
കാരണം എന്താണെന്ന് അറിയാം, ഇങ്ങനെ ബ്രാക്കറ്റിലിട്ടുള്ള അതിനെ നമ്മൾ ആക്റ്റീവ് മാസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ എന്ത് വേണം, ഒരു കോൺസ്റ്റന്റ് വേണം. അപ്പൊ നമ്മളിവിടെ എഴുതുകയാണ് റേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ, സ്മാൾ ലെറ്റർ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരമാണ് ഇവിടെ കെ കൊടുത്തത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് എന്നാണ് പറയുക. എന്താ പറയാ, റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ചെയ്യാം, നമ്മളിവിടെ പ്രൊഡക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റിയാക്റ്റന്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും കോൺസെൻട്രേഷന്റെ മൾട്ടിപ്ലിക്കേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഈ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു എന്നറിയാലോ, നമ്മുടെ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷനിലേക്ക് നമ്മൾ ഇതിനെ കണക്കാക്കുകയാണ്. അവിടുന്നാണ് നമ്മുടെ ക്ലാസിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ തുടങ്ങുന്നത്. ഓക്കെ, ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക പറയുക, റിവേഴ്സിബിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്നാണ് എഴുതുക. അപ്പൊ ഇതിന് ഫോർവേഡും ഉണ്ട് ബാക്ക്വേർഡും ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ രണ്ട് റിയാക്ഷൻ പാർട്ട് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന പാർട്ടാണ്. ഇത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് മൈൻഡ് ചെയ്യേണ്ട. എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. സി പ്ലസ് ഡി ഗീവ്സ് എന്താണ്, എ പ്ലസ് ബി ആണ്. സി പ്ലസ് ഡി ഗീവ്സ് എ പ്ലസ് ബി. അപ്പൊ ഇതിന് മൈൻഡ് ചെയ്യേണ്ട, അതും പ്രൊഡക്റ്റ് സൈഡിലാണ് ഇപ്പൊ കിടക്കുന്നത്. അങ്ങനെ രണ്ട് പാർട്ട് ഉണ്ട്, ശ്രദ്ധിക്കണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോർവേഡ് എന്നാണ് പറയുക, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാക്ക്വേർഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക പറയൂ, ഇതിന്റെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ആർ എഫ് ഈക്വൽ ടു എന്താ കിട്ടുക, കോൺസെൻട്രേഷൻ ഓഫ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടും കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടും. ഇതിപ്പോൾ എങ്ങനെ എഴുതാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, കാരണം റിയാക്ടന്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് കിട്ടുക. ആർ എഫ് എന്ന് എഴുതാൻ കാരണം ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കെനെ നമുക്ക് കെ എഫ് എന്ന് പറയാൻ പറ്റും. അപ്പൊ കെ എഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ 2 കൺസിഡർ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക പറയൂ, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ആർ ബി ഇസ് ഈക്വൽ ടു എന്താ, ആർ ബിയുടെ ഫുള്ള് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു, അപ്പൊ കെ ബി എന്തായിരിക്കും പറയൂ, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് കിട്ടും. മനസ്സിലാവുന്നു. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയത്. ഏതൊക്കെ പറയൂ, ഒന്ന് ഫോർവേഡ് റിയാക്ഷന്റെ ഇക്വേഷൻ ആയിട്ടുള്ള കെ എഫ് ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കിട്ടി, ബാക്ക്വേർഡിന്റെ ഇക്വേഷൻ ആയിട്ടുള്ള കെ ബി ഇൻറ്റു സി ഇൻറ്റു ഡി. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഈ സൈഡിൽ പ്രൊഡക്റ്റ് ആണ് കൺസിഡർ ചെയ്തില്ല, ഇവിടെയും പ്രൊഡക്റ്റ് ആണ് കൺസിഡർ ചെയ്തില്ല. കാരണം നമ്മൾ എപ്പോഴും ആരോ മാർക്കിന്റെ അപ്പുറത്ത് വരുന്നത് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, ഫോർവേഡ് റിയാക്ഷൻ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും എന്താവണം, ഈക്വൽ ആവണം. അതിന്റെ അർത്ഥം ആർ എഫും ആർ ബിയും ഈക്വൽ ആവണം. അപ്പൊ ആർ എഫും ആർ ബി ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഈക്വൽ ആവില്ലേ. അപ്പൊ നമ്മൾ എന്താ ഇക്വേഷൻ വരിക പറയൂ നിങ്ങൾ, ആർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ആർ ബി പറഞ്ഞാൽ എന്താ, കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് കിട്ടും. മനസ്സിലാവണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ കണ്ടെത്തിയത് മനസ്സിലായല്ലോ. അതായത് എന്തായതുകൊണ്ടാണ്, ഈക്വൽ ആയതുകൊണ്ടാണ്. കാരണം എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇപ്പൊ നമുക്ക് ആൻസർ ആയിട്ടോ. ഇനി എന്ത് ചെയ്യാന്നറിയില്ല, ഈ കേബിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്താ കിട്ടുക പറയൂ, ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്, കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി ഈസ് ഈക്വൽ ടു അല്ലേ, കെ ബി ഇങ്ങോട്ട് കൊണ്ടു. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഇങ്ങോട്ടാണ് പോവുക. അപ്പൊ എന്താ കിട്ടുക, കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടും. മനസ്സിലാവുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ കെ എന്നാണ് വിളിക്കുക.
കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് പറയാം. ക്യാപിറ്റൽ കെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ഇതിലേക്ക് എത്തുന്നത്. അതിന്റെ അർത്ഥം ഒരു സിംഗിൾ റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വെറും ഫോർവേഡിന്റെ മാത്രം റിയാക്റ്റിനെ മാത്രം എടുക്കുന്നു. നമ്മൾ അതിനെ റിവേഴ്സിബിളിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 റിയാക്ഷൻ എടുക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഈ സി ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് വന്നത്. അതിൽ ഈ കെ എന്ന് പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഈ എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയും. അപ്പൊ ശരിക്കും ഈ എക്സ്പ്രഷൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് പറയാം എന്താ, അല്ലെങ്കിൽ നമ്മളിവിടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അതെന്തായിരിക്കണം? ഇതിൽ കേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ് പറയാം. ഇനി എക്സാമിന് നിങ്ങളെടുത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പറ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങളെടുത്ത് ഡിഫൈൻ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കൂല. മനസ്സിലാവുണ്ടല്ലോ? ഇൻ കേസ് ഞാൻ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയിട്ട് ദിസ് എക്സ്പ്രഷൻ ഈസ് കാൾഡ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇല്ലെങ്കിൽ ഞാൻ തരുന്ന മെറ്റീരിയലിന്റെ അകത്ത് എന്താണ് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട്, പക്ഷെ ആ ഡെഫിനിഷൻ ചോദിക്കാറില്ല. കാരണം ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷനെ എന്താണ് ഒരു ഡെഫിനിഷൻ രൂപത്തിൽ വെറുതെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, നേരത്തെ ഞാനൊരു കെ എഴുതിയില്ലേ, അത് സ്മാൾ ലെറ്റർ കെ ആണ് കേട്ടോ. അതെന്തായിരുന്നു പറ, റേറ്റ് കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ എക്സാമിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രം മതി നമുക്ക്. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്താണ്, റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ എക്സാമിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എന്താണ്, കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയാം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. കാരണം കെ എഫ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നാണ് പറയുക. മനസ്സിലാവുണ്ടല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷനൊക്കെ കിട്ടിയല്ലോ അല്ലെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഒരു ഇക്വേഷനും ഒരിക്കലും എങ്ങനെ വരൂല, എ പ്ലസ് ബി ഗിവ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട് വരൂല. മനസ്സിലാവുണ്ടല്ലോ? എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട് വരില്ല. കാരണം ആ ഇക്വേഷനെ ബാലൻസ് ചെയ്യേണ്ട കുറച്ച് കോയിഫിഷ്യന്റുകൾ ഉണ്ടാവും. അതായത് ഞാൻ ഇവിടെ കൊടുക്കുന്ന കോയിഫിഷ്യന്റുകൾ എ പ്ലസ് ബി ബി ഗീവ്സ് സി പ്ലസ് ഡി ഡി എന്ന് കൊടുക്കാണ് കേട്ടോ. സി പ്ലസ് ഡി ഡി വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ഇവിടെ എഴുതി വെക്കാം. ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊരു എന്താണ് ഒരു 20 മിനിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇക്വേഷൻ ഒരിക്കലും എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി പാറ്റേണിൽ വരില്ല. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ശ്രദ്ധിക്കണം. നമ്മൾ ഇക്വേഷൻ എപ്പോഴും ബാലൻസ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം കേട്ടോ. നമ്മൾ ഉള്ള കേസാണ് പറയുന്നത്. ഇങ്ങനെ വന്നാൽ സി പ്ലസ് ഡി ഡി എന്ന് വന്നു എന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം ഇതൊക്കെ ഇക്വേഷൻ ബാലൻസ് ചെയ്യേണ്ട ആളുകളാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്ന് അറിയില്ല. നമുക്ക് ഇതുപോലെയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോൾ N2 പ്ലസ് 3H2 ഗീവ്സ് 2NH3 എന്ന് പറഞ്ഞില്ലേ. 2NH3 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് വിചാരിക്കാം. അപ്പൊ ഇത്തരം ഇക്വേഷൻസ് വരുമ്പോ അപ്പൊ ഇത്തരം ഇക്വേഷൻസ് വരുമ്പോൾ നമ്മൾ 2NH3 എന്ന് പറയുന്ന ഇക്വേഷൻ വന്ന് വിചാരിക്കാം. അപ്പൊ കണ്ടോ, ഇവിടെ 2 വന്നില്ലേ, ഇവിടെ ഒരു 3 വന്നില്ലേ. അതാണ് നമ്മൾ ഇവിടെ പറയുന്ന എയും ബിയും സിയും ഡിയും എന്ന് പറയുന്ന സ്മാൾ ലെറ്റർ ആയിട്ട് ഞാൻ ഇപ്പൊ എഴുതി ചേർത്തിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഏതൊരു ഇക്വേഷൻ വരുമ്പോഴും അത് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എന്തായിരുന്നു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു
കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി ആണ് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യേണ്ട കോയിഫിഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സീനെ നമ്മൾ പവറാക്കി എഴുതണം. അപ്പൊ സി റേസ് ടു സി, ഈ ഡിനെ പവറാക്കി എഴുതണം ഡി റേസ് ടു ഡി, ഈ എനെ പവറാക്കി എഴുതണം എ റേസ് ടു എ, ഈ ബിനെ പവറാക്കി എഴുതണം ബി റേസ് ടു ബി. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്ന് കിട്ടും. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞില്ലേ. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, മോൾ പെർ ലിറ്റർ ആണെങ്കിൽ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കെ സി എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾ പലരും മെറ്റീരിയൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ആദ്യം ഒരു കെ കാണും, പിന്നെ കാണും ഒരു കെ സി പറയുന്നു. അതിനുള്ള റീസൺ ഇതാണ്. എന്താ പറഞ്ഞു? സാധാരണ കോൺസെൻട്രേഷൻ പറയാറുള്ളത് മോൾ പെർ ലിറ്റർ. കണ്ടോ, സി പറഞ്ഞ കോൺസെൻട്രേഷനാണ്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്ററിലാണെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെ സി എന്നാണ് പറയുക. നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ, കെ സി. ഇനി നമ്മൾ ഇതേ ഇക്വേഷൻ നല്ല മനസ്സിലാക്കിക്കോട്ടോ, ഇതേ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇക്വിലിബ്രിയത്തിലല്ല, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിയിട്ടില്ല, ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂ സി എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾക്ക് കെ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും, കെ സി എന്താന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ക്യൂ സി എന്താന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കെ എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ, കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്ററിലാണെങ്കിൽ കെ സി എന്ന് പറയും. എന്നാൽ അതേ ഇക്വേഷൻ നമ്മൾ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യൂ സി എന്നാണ് പറയാം. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കെ സിയും ക്യൂ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? ഇക്വിലിബ്രിയത്തില് കെ സിയും ക്യൂ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയാം. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മക്കളെ, ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കരുത്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ടു. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കെ എന്താന്ന് പറഞ്ഞു, കെ സി എന്താന്ന് പറഞ്ഞു, ക്യൂ സി എന്താന്ന് പറഞ്ഞു. കെ സിയും ക്യൂ സിയും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. അത് മീനിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, കോൺസെപ്റ്റ് സെയിം ആണ്, എക്സ്പ്രഷൻ സെയിം ആണ്, കാൽക്കുലേഷൻസ് സെയിം ആണ്. എന്താ വ്യത്യാസം? ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ കെ സി എന്ന് പറയും, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണെങ്കിൽ അതിന്റെ പേര് നമ്മൾ ക്യൂ സി എന്ന് പറയും. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുമ്പോൾ അവർ ഒരേ ആൾക്കാരാണ്, കെ സിയും ക്യൂ സിയും എന്താണ്? ഈക്വൽ ആണ് എന്നാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എന്താണ് നമ്മൾ ഈ കെ സി അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മളുടെ ഈ എയും ബിയും സിയും ഡിയും ഒക്കെ ഗേഷ്യസ് ആണെങ്കിൽ, നോക്ക്, ഇതൊക്കെ ഗ്യാസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ഗേഷ്യസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത അവർക്ക് കോൺസെൻട്രേഷനേക്കാൾ ബെറ്റർ പ്രഷർ ഉപയോഗിക്കലാണ്. അപ്പൊ പ്രഷറിന്റെ ടേമിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കെ പി എന്നാണ് പറയാ കേട്ടോ. അതായത് പ്രഷറിന്റെ ടേമിലാണ് ഈ കെ പി എന്നാണ് പറയുക. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതാന്നറിയോ? നോക്ക്, പ്രഷർ ഓഫ് സി റേസ് ടു സി, പ്രഷർ ഓഫ് സി റേസ് ടു സി ഇൻറ്റു പ്രഷർ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് എ റേസ് ടു എ ഇൻറ്റു പ്രഷർ ഓഫ് ബി റേസ് ടു ബി എന്നാ പറയാം. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരിക്കലും ഈ ബ്രാക്കറ്റ് ഇടരുത് ഈ കേസിൽ. എന്താ കാരണം? സ്ക്വയർ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് കോൺസെൻട്രേഷനെയാണ്. നമ്മൾ കോൺസെൻട്രേഷന് പകരമാണ് ഇവിടെ പ്രഷർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കെ പി എഴുതുമ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഞാൻ എഴുതിയത് മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റാ. പക്ഷെ കെ സി എഴുതിയപ്പോൾ ഞാൻ എഴുതിയത് എന്തായിരുന്നു പറ? ഇങ്ങനത്തെ നമ്മുടെ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റാ. നിങ്ങൾ ഒരു കുട്ടി അറിയാതെ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതി എന്താ അതിന്റെ അർത്ഥം? കോൺസെൻട്രേഷൻ ഓഫ് പ്രഷർ ഓഫ് എന്നാണ് പറയുക. അങ്ങനെയല്ല, കോൺസെൻട്രേഷന് പകരമാണ് നമ്മൾ പ്രഷർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കെ പി എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ്. മനസ്സിലായി വിചാരിക്കണു? കെ എന്താ പറഞ്ഞു, കെ സി എന്താ പറഞ്ഞു, ക്യൂ സി എന്താന്ന് പറഞ്ഞു. ഗേഷ്യസ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്തും പറഞ്ഞു, കെ പിയും പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, ഞാൻ എക്സാമ്പിൾസ് പറയാം കേട്ടോ. അതായത് അതിന് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇക്വേഷൻ തരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ സോളിഡ് എന്നോ അല്ലെങ്കിൽ ലിക്വിഡ് എന്നോ തന്നു എന്ന് വിചാരിക്കാം.
അവരെ ഒരിക്കലും നിങ്ങൾ കെ സിയുടെ എക്സ്പ്രഷനിൽ എഴുതാൻ പാടില്ല. കെ സിയുടെയും കെ പിയുടെയും എക്സ്പ്രഷനിൽ എഴുതാൻ പാടില്ല. കാരണം സോളിഡിന്റെയും ലിക്വിഡിന്റെയും കോൺസെൻട്രേഷനിൽ സാധാരണ ചേഞ്ച് ഉണ്ടാവില്ല, ചേഞ്ച് നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ വാല്യൂ നമ്മൾ 1 ആയിട്ട് എടുക്കുക, യൂണിറ്റി ആയിട്ടാണ് എടുക്കുക. ഒരിക്കലും നിങ്ങൾക്ക് പല മെറ്റീരിയലും കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് ലിക്വിഡൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, അത് തെറ്റായിട്ട് ഉൾപ്പെടുത്തുന്നതാണ്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. സോളിഡ് ലിക്വിഡ് എന്ന ഇക്വേഷനിൽ കണ്ടാൽ അതൊരിക്കലും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഓക്കെ, മീൻസ് എക്സ്പ്രഷനിൽ എഴുതാൻ പാടില്ല. ഞാൻ 1-2 എക്സാമ്പിൾസ് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. നോക്കിക്കോട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്ക്. H2+, സിമ്പിൾ എക്സാമ്പിളും തുടങ്ങാം. H2+ I2 gives 2HI എന്ന് തന്നു എന്ന് വിചാരിക്കാം. H2+ I2 gives 2HI. അവരിങ്ങനെ തന്നു, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അയോഡിൻ ഗ്യാസ് ആണ്, HIയും ഗ്യാസ് ആണ് തന്നു വിചാരിക്കാം. എന്നിട്ട് നിങ്ങളോട് ഇതിന്റെ കെ പിയും കെ സിയും എഴുതാൻ പറഞ്ഞു. കുട്ടികളെ ശ്രദ്ധിക്കണം, കെ സി എഴുതാൻ ഒരു പണിയില്ല. എങ്ങനെ എഴുതുക? ആദ്യ പ്രൊഡക്റ്റിന്റെ എഴുതുക. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് HI², കോൺസെൻട്രേഷൻ ഓഫ് HI². ആ സ്ക്വയർ എന്താ വന്നെന്ന് അറിയാലോ? നമ്മൾ C⁻C എന്ന് പറഞ്ഞ സംഭവമാണ്. ഇവിടെ ഡി എഴുതാല്ല, അതുകൊണ്ട് അത്ര മതി. ഡിവൈഡഡ് ബൈ, ഇനി ഇയാൾ എഴുതുക എന്താ? കോൺസെൻട്രേഷൻ ഓഫ് H2. ഇവിടെ പവർ ഇല്ല, കാരണം ഇവിടെ ബാലൻസ് ചെയ്യേണ്ട കോയിഫിഷ്യന്റ് ഒന്നുമില്ല. ഇനി അടുത്ത് ഇയാൾ എഴുതുക കോൺസെൻട്രേഷൻ ഓഫ് I2 എന്ന് എഴുതുക. കോൺസെൻട്രേഷൻ ഓഫ് I2. ഇതാണ് ഇതിന്റെ കെ സിക്കുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതേ സംഭവം തന്നെ നിങ്ങളോട് കെ പി ആണ് എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. നോക്ക്, ഇവിടെ ഒരു കട്ട് ചെയ്യാം. മനസ്സിലായോ? അതായത് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് കട്ട് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയാലോ? ഇവിടെ നമ്മൾ പി ഇട്ട് കൊടുക്കാം, പ്രഷർ. എന്നിട്ട് പ്രഷർ ഓഫ് HI². ഈ HI ഒന്ന് ചെറുതാക്കി എഴുതുന്നത് നല്ലതാണ്. നമ്മൾ ഇങ്ങനെ എഴുതുന്നതാ, പ്രഷർ ഓഫ് നമ്മൾ C⁻C എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പ്രഷർ ഓഫ് HI ചെറുതാക്കി എഴുതുന്നത് നല്ലതാണ്. HI². ഇവിടുത്തെ ഈ സ്ക്വയർ മറക്കണ്ട കേട്ടോ, ഈ സ്ക്വയർ ഉണ്ട് അതിന്റെ കൂടെ. HI² ഡിവൈഡഡ് ബൈ, അപ്പൊ ഇതെങ്ങനെ എഴുതുണ്ടാവുക പറയൂ? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുണ്ടാവുക? പ്രഷർ ഓഫ് H2 ഇൻറ്റു ഈ I2 പറയുന്ന സെക്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുണ്ടാവുക പറയൂ? നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷർ ഓഫ് I2 എന്ന് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുക? കെ പി എഴുതുക. എന്തെഴുതുക? കെ പി എഴുതുക. അപ്പൊ ശ്രദ്ധിച്ചോ നിങ്ങൾ, കെ സി എഴുതാനും കെ പി എഴുതാനും എളുപ്പമാണ്, ഒരേപോലെ എഴുതേണ്ടത്. മനസ്സിലാവണല്ലോ? എന്താ വ്യത്യാസം? സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാൻ പാടില്ല, മൾട്ടിപ്ലിക്കേഷൻ ബ്രാക്കറ്റ് വേണം കെ പി എഴുതുമ്പോൾ. വേറെ ഒരു മാറ്റവും ഇല്ല. പിന്നെ പ്രഷർ ഓഫ് എന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾക്ക് കെ സി കെ പി എഴുതലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവട്ടെ മക്കളെ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. CaCO3 സോളിഡ് ഗിവ്സ് CaO സോളിഡ് പ്ലസ് CO2 ഗ്യാസ് എന്ന് തന്നു എന്ന് വിചാരിക്കാം. CO2 ഗ്യാസ്. ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ കെ സി എഴുതുമ്പോൾ നോക്ക്, നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം, ഇത് സോളിഡ് ആണ്, ഇയാളെ ഉൾപ്പെടുത്താൻ പാടില്ല, ഇയാളെ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഇതിൽ CO2ന്റെ ടേം മാത്രമേ വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതിയാൽ മതി? കോൺസെൻട്രേഷൻ ഓഫ് CO2 എന്ന് മാത്രം എഴുതിയാൽ മതി. മനസ്സിലാവുണ്ടല്ലോ? അപ്പോ ഇതിന്റെ കെ പി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരിക? കെ പി = എന്ത് എഴുതിയാൽ മതി പറ? പ്രഷർ ഓഫ് CO2 എന്ന് എഴുതിയാൽ മതി. പ്രഷർ ഓഫ് CO2. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇതിപ്പോ ഒറ്റ ടേം ആയതുകൊണ്ട് നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ആവശ്യം എഴുതണം എന്നൊന്നുമില്ല. പ്രഷർ ഓഫ് CO2 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ കെ സിയും കെ പിയും എഴുതേണ്ടത് എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുണ്ടല്ലോ? കെ പിയും കെ സിയും എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഏത് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിന്റെ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് കെ സിയും കെ പിയും എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം. ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് അതിന്റെ ആൻസർ പറയണം കേട്ടോ. അതായത് ഇപ്പോ N2+ 3H2 gives 2NH3 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയയും ഗ്യാസ് ആണ് എന്ന് വിചാരിക്കാം. അപ്പോ ഒന്ന് പറയൂ, ഇതിന്റെ കെ സി എങ്ങനെയാണ് എഴുതുണ്ടാവാന്ന് പറയൂ. കെ സി മൈക്ക് ഓൺ ചെയ്ത് പറയൂ.
എങ്ങനെ കേസ് എഴുതാം? Concentration of NH3 square. NH3 square divided by concentration of N2 into concentration of N2 cube. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ എന്താണ് കെ പി എങ്ങനെ എഴുതുണ്ടാവുക? കെ പി ഈ പറഞ്ഞ അതേപോലെ തന്നെ ഒന്ന് പറയൂ. Pressure of NH3 square by pressure of N2 into pressure of H2 cube. ക്യൂബ്. ഓക്കെ ഓക്കെ, വെരി 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 ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ കെ പിയും കെ സിയും എഴുതേണ്ടത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോക്ക്, അതായത് ഇപ്പൊ ഒരു ഇക്വേഷൻ നന്നായി ശ്രദ്ധിക്കട്ടോ. ഒരു ഇക്വേഷൻ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 5 ആണ് എന്ന് വിചാരിക്കാം. ആൻസർ 5 ആണെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണ് സി പ്ലസ് ഡി ഗീവ്സ് എ പ്ലസ് ബിയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു വിചാരിക്കാം. മീൻസ് റിവേഴ്സ് ചെയ്തു. എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും ചോദിച്ചു വിചാരിക്കുക. അപ്പൊ കെ ഡാഷ്, ഞാൻ കെ ഡാഷിന് എഴുതാണ്. പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/5 ആയിരിക്കും കേട്ടോ. എന്തായിരിക്കും? 1/5 ആയിരിക്കും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/kc ആയിരിക്കും. മുമ്പ് എത്രയാണോ കെ ഉണ്ടായിരുന്നത് അതിന്റെ 1/, ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്തിട്ടുള്ള ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും എന്നാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഞാൻ എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരികയാണ് H2 + I2 gives 2HI എന്ന് പറയുന്ന ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10 ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, 2HI gives H2 + I2 എന്ന് പറയുന്ന ഇക്വേഷന്റെ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പറ, കെ ഡാഷ് ഇസ് ഈക്വൽ ടു 1/10 എന്ന് ചെയ്താൽ മതി. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്, ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കോൺസെപ്റ്റ് ആണ്. അതായത് കെ പി കെ സി റിലേഷൻഷിപ്പ് എന്താന്നുള്ളത്. കെ പിയും കെ സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് മക്കൾ ശ്രദ്ധിക്കുക. ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. കെ പി കെ സി റിലേഷൻഷിപ്പ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്താണ് ഈ ബോർഡിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രയാസമുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വൈറ്റ് ബോർഡ് എടുത്തിട്ട് ഞാൻ ചെയ്തു തരാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടണം. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, കെ പി കെ സി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, ഇപ്പൊ നമുക്കറിയാം, ഞാൻ ഡിറൈവ് ചെയ്യാണ് കേട്ടോ. നമുക്കറിയാം കെ സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പറ, കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ആണ് നമുക്കറിയാം. കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഈ ഒരു ബോർഡിൽ വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ലിമിറ്റേഷൻ കേട്ടോ. നിങ്ങൾ എന്നാലും ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? കെ സിയും കെ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാണ്. ഓക്കെ, ഇനി നോക്ക്. അതേപോലെ തന്നെ നമുക്കറിയാലോ കെ പി ഈക്വൽ ടു എന്താ ഇക്വേഷൻ പറയേ? കെ പി പ്രഷർ ഓഫ് സി റേസ് ടു സി ഇൻറ്റു pressure of d raised to d divided by pressure of a raised to a into pressure of b raised to b എന്നാണ് ഇക്വേഷൻ. pressure of b raised to b. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്താണ് ഈ സംഭവത്തെ, അതായത് ഈ കേസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഈ കേസിന് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി കേട്ടോ. കേസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്, അതവിടെ കിടക്കട്ടെ. ഇനി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് അറിയാലോ? നിങ്ങൾ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ പഠിച്ചിട്ടുണ്ട്. പി വി ഈസ് ഈക്വൽ ടു എന്താണ്? NRT ആണ് ഐഡിയൽ ഗ്യാസിന്. അങ്ങനെയെങ്കിൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക പറയൂ? ഈ എന്നിനെ താഴേക്ക് വി കൊണ്ടുവന്നു കഴിഞ്ഞാൽ N/V/RT എന്ന് കിട്ടും. ഈ വി താഴേക്ക് കൊണ്ടുവരിക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, വി എന്ന് പറഞ്ഞാൽ വോളിയാണ്. അപ്പോൾ
മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന വോളിയം ആകുമ്പോൾ അതിനെ നമുക്ക് കോൺസെൻട്രേഷൻ എന്ന് പറയാൻ പറ്റും, സി എന്ന് പറയാൻ പറ്റും, കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ പറയൂ? പി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? സി ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ? പി ഈസ് ഈക്വൽ ടു സി ആർ ടി. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ എന്നാണ്. എങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടിയത്? എൻ ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ പി ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഞാനിത് എന്തിനാ കൊണ്ടുവരുന്നതെന്ന് അറിയോ? നമുക്ക് ഇവിടെ കണ്ടോ നിങ്ങൾ പി സി ഒക്കെ അല്ലേ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാ. അങ്ങനെയെങ്കിൽ നമുക്ക് പി സി എ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും എന്നറിയോ? സി സി ആർ ടി എന്ന് പറയാൻ പറ്റും. സി സി ആർ ടി. എന്താ സി സി ആർ ടി എന്ന് പറഞ്ഞ അർത്ഥം? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി. കാരണം പി സി ഈക്വൽ ടു സി ആർ ടി ആണെങ്കിൽ പി സി ഈക്വൽ ടു എന്താണ്? സി സി ആർ ടി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആറിന്റെ താഴെ സി എഴുതാത്തത്, ടീന്റെ താഴെ ഇവിടെയൊക്കെ എന്താ സി എഴുതാത്തത്? നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അത് കോൺസ്റ്റന്റ് ആണ്. കാരണം ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ്, ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് അതിനെ ഉൾപ്പെടുത്താതിരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് പി ഡി എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പറ. സി ഡി ആർ ടി എന്ന് എഴുതാൻ പറ്റും. സി ഡി ആർ ടി എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് പി എ എന്ന് പറയുന്നതിന് എന്ത് എഴുതാൻ പറ്റും? പറയാ. സി എ ആർ ടി എന്ന് എഴുതാൻ പറ്റും. സി എ ആർ ടി എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി ബി ആർ ടി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ 4 വാല്യൂസ് നമ്മുടെ ഈ കെ പിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക പറയൂ? കെ പി is equal to പി സിയെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പറ. പി സിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? ഇത് എന്ത് എഴുതാൻ പറ്റുക? സി സി ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു സി ഇൻറ്റു പി ഡിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? സി ഡി ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എക്ക് പകരം, അതായത് ഈ ഇക്വേഷന് പകരം പി എക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? സി എ ആർ ടി റേസ് ടു എ ഇൻറ്റു പി ബിക്ക് വരെ എന്ത് എഴുതാൻ പറ്റും? ദിസ് വൺ, അതായത് സി ബി ആർ ടി റേസ് ടു ബി എന്ന് എഴുതാൻ പറ്റും. സി ബി ആർ ടി റേസ് ടു ബി. നിങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കാട്ടോ, കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണ്. അപ്പൊ എങ്ങനെ കിട്ടിയില്ല നമുക്ക്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പറ. ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് എവിടുന്നാണ് നമ്മൾ പോകുന്നതെന്ന് അറിയാലോ? പി വി ഈക്വൽ ടു എൻ ആർ ടിയിൽ നിന്ന് പി സിയും സി അതേപോലെ പി എയും പി ബിയും പി ഡിയും ഒക്കെ ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷനും കിട്ടിയിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ചെയ്യാൻ പോണ എന്താണെന്ന് അറിയാലോ? അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ എന്താണെന്ന് അറിയോ? ഇതിലെ സിന്റെ ടേംസുകളൊക്കെ നമ്മൾ ആദ്യം എഴുതാം. അപ്പൊ എന്താ കിട്ടുക പറയൂ? കെ പി ഈക്വൽ ടു സിന്റെ ടേംസ് ആദ്യം എഴുതിയാൽ സി സി റേസ് ടു സി എന്ന് വരും കേട്ടോ. കാരണം ഇതിൽ ആർ ടി നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, ഇതിലെ ആർ ടി നമ്മൾ ഇപ്പൊ എടുത്തിട്ടില്ല. ഇനി സി ഡിയിൽ എടുക്കുക. അപ്പൊ എന്താ കിട്ടുക? സി ഡി റേസ് ടു ഡി എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇവിടെ താഴത്തുനിന്ന് എന്താ കിട്ടുക പറയൂ? സി എ റേസ് ടു എ ഇൻറ്റു ഇപ്പുറത്ത് എന്താ കിട്ടുക? സി ബി റേസ് ടു ബി എന്ന് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കണം, ഞാൻ ഇതെടുത്തു, ഇതെടുത്തു. ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? ആർ ടിയുടെ ടേംസുകൾ ബാക്കിയുണ്ട്. അപ്പൊ ഇവിടെ എന്താ കിട്ടുക പറയൂ? ഇൻറ്റു സെപ്പറേറ്റ് എഴുതാണ്. ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി. മക്കൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കണം. അതായത് ഈ സ്റ്റെപ്പാണ് എടുക്കുന്നത് കേട്ടോ. ആർ ടി റേസ് ടു സി, ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ഇനി ഇത് കേട്ടോ, ഏതാ? ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്ന് കിട്ടും. ആർ ടി റേസ് ടു ബി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തു അറിയാലോ? കെ പി ഈക്വൽ ടു ഇതെന്താ ശരിക്കും? ഇതെന്താ വായിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്താ വായിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. കാരണം സി പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഈ ടേം ശരിക്കും സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കെ സി ആണ് സൂചിപ്പിക്കുന്നത്. കാരണം കെ സി ആകുമ്പോൾ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഇടുന്നുള്ളൂ, പക്ഷെ ഇവർ കോൺസെൻട്രേഷന് പകരം എന്ത് ഉപയോഗിച്ചു എന്നുള്ളൂ? സി എന്ന് ഉപയോഗിച്ചു എന്നുള്ളൂ. അതിന്റെ അർത്ഥം അത്രയും ടേം കെ സി ആണ്. അപ്പൊ ശ്രദ്ധിക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ അത് സ്പ്ലിറ്റ് ചെയ്യാം. നോക്ക്, ഇത്രയും ഭാഗത്ത് നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? കെ സി ആക്കി എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്താ വരികയെന്ന് നോക്കാം കേട്ടോ. നമുക്ക് അത്രയും ഭാഗം നമുക്ക് കെ സി ആക്കി എഴുതാൻ പറ്റും. അപ്പൊ എന്താ കിട്ടുക പറയൂ? ഇവിടെ നമുക്ക് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ഇത്രയും ഭാഗം എന്ന് വരും.
ഇനി ഒരു കാര്യം കണ്ടോ, ഇത് നോക്ക് നിങ്ങൾ 10⁻x × 10⁻y ഫോർമാറ്റിലാണ് ആർ ടിയുടെ പവർ കിടക്കുന്നത്. അപ്പൊ നമുക്ക് കെ പി സി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? കെ സി ഇൻറ്റു ആർ ടി റേസ് ടു, നോക്ക് അതിനെ ഒന്നിച്ച് ഒറ്റ പവർ ആക്കി കൊടുക്കുക കേട്ടോ, ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതി. അതായത് ഈ സിയും ഡിയും കൂടി ഒരുമിച്ച് കൂട്ടി ആർ ടി റേസ് ടു സി പ്ലസ് ഡി. അപ്പൊ താഴെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആർ ടി റേസ് ടു എന്ത് എഴുതാം? എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ആർ ടി റേസ് ടു എ പ്ലസ് ബി. അപ്പൊ ആ ടേമും കഴിഞ്ഞു കേട്ടോ. ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ആ ടേമും കഴിഞ്ഞു. ഈ ഒരു ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു, 3 മാർക്കാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ആർ ടി റേസ് ടു എ പ്ലസ് ബി ഇല്ലേ, അതിനാണ് മുകളിൽ കൊണ്ടുവരിക. അപ്പൊ എന്താ കിട്ടാന്ന് അറിയാലോ? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഇൻറ്റു എന്ത് വരും? ആർ ടി റേസ് ടു എ പ്ലസ് ബി മുകളിലോട്ട് പോകുന്ന എന്താ കിട്ടുക? മൈനസ് എ പ്ലസ് ബി എന്ന് കിട്ടും. മൈനസ് എ പ്ലസ് ബി കേട്ടോ. ആർ ടി റേസ് ടു മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് കിട്ടുക. ആർ ടി റേസ് ടു മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. മൈനസ് എ പ്ലസ് ബി. ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞില്ലേ, ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രയാസമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആർ ടി റേസ് ടു എ പ്ലസ് ബി ഉണ്ട് കേട്ടോ, മൈനസ് എ പ്ലസ് ബി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ 10 അത് മുകളിലോട്ട് കൊണ്ടുവരികയല്ലേ. ഇനി ശ്രദ്ധിക്കാം, കെ പി ഈക്വൽ ടു അടുത്ത് നമ്മൾ ചെയ്യാൻ പോവാണ്. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ഒന്നിച്ച് എഴുതാം കേട്ടോ, ആർ ടി റേസ് ടു എന്ത് എഴുതാം? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. ഒന്നിച്ചാണ് എഴുതി, ഒറ്റ പവറാക്കി എഴുതി. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് എഴുതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണെങ്കിൽ ഇപ്പൊ നോക്കുക, നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞ് എ പ്ലസ് ബി ഗീവ്സ് എ പ്ലസ്, നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എ പ്ലസ് ബി ബി ഗീവ്സ് എ പ്ലസ് ബി ബി ഗീവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ സിയും ഡിയും കൂട്ടുക, അതാണല്ലോ ഈ സി പ്ലസ് ഡി എന്ന് പറയുന്നത്. അതേപോലെ എയും ബിയും കൂട്ടുക, അതാണല്ലോ ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത്. അപ്പോ റൈറ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് മൈനസ് ലെഫ്റ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ആണ് വിളിക്കുക. അതായത് ഈ ടേമിന് നമ്മൾ ഡെൽറ്റ എൻ എന്നാണ് പറയുക. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക? ഫൈനൽ ഇക്വേഷൻ പറയൂ. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു മുകളിൽ എന്ത് വരും? ഡെൽറ്റ എൻ എന്ന് വരും. ആ ഡെൽറ്റ എൻ എന്താന്നാ പറഞ്ഞത്? ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ്, കാരണം ഗേഷ്യസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റന്റ് എന്നാണ് പറയുക. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയത്. സാധാരണ രീതിയിൽ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഡെറിവേഷൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പൊ ഡിറൈവ് കെ പി കെ സി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ അകത്ത് കെ പി കെ സി റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് ഇപ്പൊ ഒരു ഇക്വേഷൻ കേട്ടോ, സോറി, ഒരു ഇക്വേഷൻ ആണ്. H2 plus I2 gives H2 plus I2 gives 2HI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. H2 plus I2 gives 2HI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോമൺ ഇക്വേഷൻ ആണിത്. H2 plus I2 gives 2HI. ഇതിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ തരും കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അയോഡിൻ ഗ്യാസ് ആണ്, 2HI ഗ്യാസ് ആണ് തന്നു വിചാരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഡെൽറ്റ എൻ കിട്ടുക എന്നറിയോ നിങ്ങൾക്ക്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2, പ്രൊഡക്റ്റിന്റെ മോളുകളുടെ എണ്ണം. റിയാക്റ്റിന്റെ മോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും 1 ആണ്, ഇവിടെ ശരിക്കും 1 ആണ്. അപ്പൊ 1 + 2 എത്രയാണ്? 2. അപ്പൊ എങ്ങനെ കിട്ടുക പറയൂ? പ്രൊഡക്റ്റിന്റെ മോളുകളുടെ എണ്ണം 2 മൈനസ് റിയാക്റ്റിന്റെ മോളുകളുടെ എണ്ണം 2. അപ്പൊ 2 - 2 = 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനിൽ നോക്ക് നിങ്ങൾ, ഈ ഡെൽറ്റ എന്നിന്റെ സ്ഥാനത്ത് 0 എന്നാണ് വരിക. ആർ ടി റേസ് ടു 0. അപ്പോ ഒരു സംഖ്യയുടെ പവർ 0 ആക്കി നമ്മൾ എഴുതിയാൽ നമുക്കറിയാം ആ വാല്യൂ 1 ആയിട്ടാണ് എടുക്കുക.
അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടുക പറയൂ നിങ്ങൾ. ഇക്വേഷൻ കിട്ടുന്ന എന്തായിരിക്കും പറ, കെ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും പറയ്, കെ സി ആയിരിക്കും എന്നാണ്. അപ്പൊ നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്, ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ കെ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, കെ സി ആയിരിക്കും എന്നാണ് പറയുന്നത്. അത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ തരും, എന്നിട്ട് ആ ഇക്വേഷന്റെ അകത്തുള്ള കെ പി കെ സി റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിക്കും. മനസ്സിലാവുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെൽറ്റ എൻ കണ്ടെത്തുക, ഡെൽറ്റ എൻ കണ്ടെത്തിയിട്ട് ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആണോ എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാം. ഈ ഒരു സെക്ഷൻ അവസാനിച്ചിട്ടോ. ഈ ഒരു സെക്ഷനിൽ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. മീൻസ് കെ പി കെ സിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ കേട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ കെ പി കെ സി റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആസിഡിന് ഒരു ടേസ്റ്റ് ഉണ്ട്, ബേസിന് വേറൊരു ടേസ്റ്റ് ഉണ്ട് അല്ലെ, സോർ ടേസ്റ്റ് ഉണ്ട്, ബിറ്റർ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പുളി രുചിയുള്ളത് ആസിഡ് ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ആസിഡിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. നമ്മള് ചെറുപ്പത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചെന്നെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കുറെ സയന്റിസ്റ്റുകളുടെ അവരുടെ അഭിപ്രായത്തിലുള്ള ആസിഡ് ഏതാണ്, ബേസ് ഏതാണ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കോൺസെപ്റ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്നാണ് പറയുക. മനസ്സിലാവുണ്ടല്ലോ. അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അറീനിയസ് കോൺസെപ്റ്റ് എന്ന് പറയും. എന്താ പറയാ, അറീനിയസ് കോൺസെപ്റ്റ്. അറീനിയസ് കോൺസെപ്റ്റ് വളരെ ഈസിയാണ്. അറീനിയസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നന്നായി ശ്രദ്ധിക്കുക, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കുന്നവർ ആസിഡ് ആണ്, ഒ എച്ച് മൈനസിനെ വിട്ടുകൊടുക്കുന്നവർ ബേസ് ആണ്. മനസ്സിലാവുണ്ടല്ലോ. ഒരാൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ HCl വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ അത് എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കും. എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് HCl അയാൾ എന്ത് വിളിച്ചു, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് വിളിച്ചു. ആ കോൺസെപ്റ്റ് ശരിയാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ളത് ശരിയാണ്. മനസ്സിലാവുണ്ടല്ലോ. എന്നാൽ അദ്ദേഹം ബേസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണെന്നറിയാലോ, NaOH എന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Na പ്ലസുമാവും OH മൈനസും ആയിട്ട് മാറും. അയാൾ പറയുന്നു OH മൈനസിനെ വിട്ടുകൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ബേസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കുക, NaOH എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ കോൺസെപ്റ്റിലുള്ള ബേസ് ആണ് എന്നാണ്. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ എന്താ അറീനിയസ് പറഞ്ഞത് പറ, ആസിഡ് ആണെങ്കിൽ എച്ച് പ്ലസിനെ വിട്ടുകൊടുക്കാൻ കഴിയും, ബേസ് ആണെങ്കിൽ OH മൈനസിനെ വിട്ടുകൊടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ സാറേ ഇപ്പൊ ഇയാൾ തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നല്ലോ, പിന്നെ എന്തിനാ ഞാൻ അടുത്ത കോൺസെപ്റ്റുകളൊക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ഇയാൾ പറഞ്ഞ ഡെഫിനിഷൻ കൊണ്ട് ലോകത്തുള്ള എല്ലാ ആസിഡുകളെയും ബേസുകളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നോക്ക്. BF3 എന്ന് പറയുന്ന ഒരു ആസിഡ്, ഇതിന്റെ പേര് ബോറോൺ ട്രൈഫ്ലൂറിക് ആസിഡ് എന്നാണ് പറയാം. ഇതൊരു ആസിഡ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലിറ്റ്മസ് പേപ്പറിലെ കളർ ചേഞ്ചും മറ്റുള്ള ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് ഇതൊരു ആസിഡ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ആസിഡിൽ എവിടെയെങ്കിലും H പ്ലസ് ഉണ്ടോ? ഇയാൾ പറഞ്ഞത് H പ്ലസിനെ വിട്ടുകൊടുക്കുന്നവരാണ് ആസിഡ് എന്നല്ലേ, H പ്ലസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ BF3 ആരുടെ കോൺസെപ്റ്റിൽ വരൂല, അറീനിയസിന്റെ കോൺസെപ്റ്റിൽ വരൂല. അതുകൊണ്ട് അറീനിയസിന്റെ കോൺസെപ്റ്റ് വെച്ച് ലോകത്തുള്ള മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന അമോണിയ എന്ന് പറയുന്ന ആളില്ലേ, NH3, ഇത് നല്ലൊരു ബേസ് ആണ് എന്ന്, ആൽക്കലി ആണ് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അമോണിയയുടെ ഒരു ഫൗണ്ടൈൻ പരീക്ഷണമൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ പിങ്ക് കളർ വരുന്നതിനെ കുറിച്ചൊക്കെ 10ാം ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പൊ അമോണിയ നല്ലൊരു ബേസ് ആണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബേസ് ആണെങ്കിൽ OH മൈനസിന് വിട്ടുകൊടുക്കണം എന്നല്ല അറീനിയസ് പറഞ്ഞത്. ഇതിൽ എവിടെയാണ് OH മൈനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്? ഇല്ല. അതിന്റെ അർത്ഥം ഇതും അറീനിയസിനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പറഞ്ഞിട്ടുള്ള ഈ ഡെഫിനിഷൻ കൊണ്ട് ലോകത്തുള്ള എല്ലാത്തിനെയും ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റിന്റെ പേരാണ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് എന്നാണ് പറയുക. എന്താ പറയാ? ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് എന്ന് പറയും.
അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അറീനിയസ് പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? H+നെ വിട്ടുകൊടുക്കുന്നവരാണ് ആസിഡ്, എന്നാൽ OH- വിട്ടുകൊടുക്കുന്നവരാണ് ബേസ് എന്ന് പറഞ്ഞു. ഈ ബ്രോൺസ്റ്റഡ് ലോറി എന്താ പറയുന്നത് അറിയോ? H+നെ നമ്മുടെ അറീനിയസ് പറഞ്ഞത് കറക്റ്റ് ആണ്. അയാൾ പറയുന്നത് H+നെ വിട്ടുകൊടുക്കുന്നവർ തന്നെയാണ് ആസിഡ്, പക്ഷെ H+നെ സ്വീകരിക്കുന്നവരാണ് ബേസ് എന്നാണ് ആര് പറയുന്നത്? ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ് പറയുന്നത്. ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവര് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. നോക്ക്, ഇപ്പോ എന്താണ് HCl, ഇവിടെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഒരു കോൺജുഗേറ്റ് ആസിഡ് പോലത്തെ കോൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് H2O റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് എന്താണെന്നറിയോ? Cl- കിട്ടും, H3O+ കിട്ടും. നന്നായി ശ്രദ്ധിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ? HCl എന്ത് വർക്കാ ഇവിടെ ചെയ്തത്? ഒന്ന് ആലോചിച്ചിട്ട് പറയൂ. HCl എന്താ ചെയ്തത്? ഇവിടേക്ക് എത്തിയപ്പോ Cl- ആയിട്ട് മാറി. അതിന്റെ അർത്ഥം H+നെ വിട്ടുകൊടുത്തു. H+നെ വിട്ടുകൊടുക്കുന്നവരെ ഇയാൾ വിളിക്കുന്ന പേരെന്താന്നാ പറഞ്ഞത്? ആസിഡ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ആസിഡ്. H2 എന്താ ചെയ്തെന്നറിയോ? H2 ഇവിടേക്ക് എത്തിയപ്പോ എന്തായിട്ട് മാറി? H3O+ ആയിട്ട് മാറി. അതിന്റെ അർത്ഥം H2 ഒരു H+നെ സ്വീകരിച്ചു. H+നെ സ്വീകരിക്കുന്നവർ എന്താ വിളിക്കുക? ബേസ് എന്നാണ് വിളിക്കുക. ഇതാണ് ഇയാളുടെ കോൺസെപ്റ്റ്. എന്താ പറഞ്ഞത്? ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് H+ അയോൺ ആൻഡ് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ അക്സെപ്റ്റ് H+ അയോൺ എന്നാണ് പറയുക. ഇവിടെ അക്വസ് മീഡിയ എന്നോ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാന്നോ ഒന്നും പറയുന്നില്ല. ഇതാണ് ഇയാളുടെ കോൺസെപ്റ്റ്. മനസ്സിലാവുണ്ടല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ നേരെ മനസ്സിലാക്കണം കേട്ടോ. അതായത് നോക്ക് നിങ്ങള്, ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ചിന്തിക്കുക. മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ നന്നായി നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ചിന്തിക്കുക. ഈ Cl- ഇവിടേക്ക് എത്തിയപ്പോ എന്തായിട്ട് മാറി? HCl ആയിട്ട് മാറി അല്ലെ? Cl- ഇങ്ങോട്ട് എത്തിയപ്പോ എന്തായിട്ട് മാറി? HCl ആയിട്ട് മാറി. അതിന്റെ അർത്ഥം Cl- എന്ത് ചെയ്തിട്ടുണ്ട്? H+നെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ? കാരണം ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടുള്ളതും കൂടി കൺസിഡർ ചെയ്യുന്നത്. H+നെ സ്വീകരിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്ന പറഞ്ഞത്? ബേസ് എന്ന് വിളിക്കുന്നതാണ് പറഞ്ഞത് അല്ലെ? പക്ഷെ ഇത് പ്രൊഡക്റ്റ് സൈഡിലല്ലേ, അതുകൊണ്ട് അതിന് വേറൊരു പേരിലാണ് അറിയപ്പെടുക. കോൺജുഗേറ്റ് ബേസ് ആണ് അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? കോൺജുഗേറ്റ് ബേസ് അറിയപ്പെടും. അപ്പൊ നിങ്ങൾ H3O+ കുറിച്ച് ആലോചിച്ച് നോക്ക്. H3O+ ഇങ്ങോട്ട് എത്തിയപ്പോ എന്തായിട്ട് മാറി? H2 ആയിട്ട് മാറി. അതിന്റെ അർത്ഥം H3O+ എന്ത് ചെയ്തിട്ടുണ്ട്? H+നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. വിട്ടുകൊടുക്കുന്നവരെ സാധാരണ നമ്മൾ എന്താ വിളിക്കുക എന്നാ പറഞ്ഞ്? ആസിഡ് എന്നാണ് വിളിക്കുക. പക്ഷെ പ്രൊഡക്റ്റ് സൈഡിലാകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കോൺജുഗേറ്റ് ആസിഡ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? കോൺജുഗേറ്റ് ആസിഡ് എന്നാണ് വിളിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നേരെ മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത HCl-ഉം Cl- തമ്മിൽ എന്താ വ്യത്യാസം? ഒരു H+ന്റെ വ്യത്യാസമല്ലേ ഉള്ളത്? അതേപോലെ തന്നെ H2O-യും H3O+ തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസമല്ലേ ഉള്ളത്? അങ്ങനെ H+ന്റെ വ്യത്യാസത്തിൽ ഫോം ചെയ്യുന്ന ആസിഡുകളെയും ബേസുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് വിളിക്കുക. അപ്പൊ ഇവിടെ HCl-ഉം Cl- ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. H2O-യും H3O+ഉം ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ് എന്നാണ് പറയുക. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു H+ന്റെ വ്യത്യാസത്തിൽ ഫോം ചെയ്യുന്ന ആസിഡുകളെയും ബേസ് പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് വിളിക്കുക. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ആ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു കേട്ടോ, എന്താണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് H+നെ വിട്ടുകൊടുക്കുന്നവർ ആസിഡും H+നെ സ്വീകരിക്കുന്നവർ ബേസും ആയിരിക്കും എന്നാണ്. ഞാൻ വേറൊരു എക്സാമ്പിളും പറയട്ടെ കേട്ടോ. അപ്പൊ നോക്ക്, ഞാൻ നേരത്തെ HCl-ന്റെ എക്സാമ്പിൾ അല്ലേ പറഞ്ഞത്? നോക്ക് നിങ്ങൾ, NH3 എന്ന് പറയുന്ന അമോണിയ H2O-യുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുക NH4+ കിട്ടും, OH- കിട്ടും. നമ്മൾ ചിന്തിക്കുക, NH3 ഇങ്ങോട്ട് എത്തിയപ്പോ NH4 ആയി അല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഒരു H+നെ സ്വീകരിച്ചു. സ്വീകരിക്കുന്നവർ എന്താ വിളിക്കുക? ബേസ് എന്ന് വിളിക്കുക. സ്വീകരിക്കുന്നവരെ ബേസ് എന്ന് വിളിക്കുക. എന്നാൽ H2O ഇങ്ങോട്ട് എത്തിയപ്പോൾ OH- ആയത്. നേരത്തെ എക്സാമ്പിളിൽ H2O H3O+ ആയിരുന്നു. അപ്പൊ അവിടെ എന്താ ബേസ് ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ H2O H+നെ വിട്ടുകൊടുത്തു. വിട്ടുകൊടുക്കുന്നവർ നമ്മൾ എന്താ വിളിക്കുക? ആസിഡ് എന്നാണ് വിളിക്കുക. അപ്പൊ നേരത്തെ H2O ബേസ് ആയിരുന്നു. ഇപ്പൊ അമോണിയയുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് H2O എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ആണ്. മനസ്സിലാവുണ്ടല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. NH4+ NH3 ആയപ്പോ H+നെ വിട്ടുകൊടുത്തു.
വിട്ടുകൊടുക്കുന്നവരെ നമ്മൾ ആസിഡ് എന്നല്ല വിളിക്കുക. പക്ഷെ പ്രൊഡക്റ്റ് സൈഡിലാകുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയും. എന്നാൽ OH- ഇങ്ങോട്ട് എത്തിയപ്പോൾ H+നെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറി? H2 ആയിട്ട് മാറി. സ്വീകരിക്കുന്നവരെ നമ്മൾ ബേസ് എന്നാണ് പറയുക. പ്രൊഡക്റ്റ് സൈഡിലാകുമ്പോൾ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോൺജുഗേറ്റ് ബേസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഈ NH3യും ഈ NH4+ തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസമാണുള്ളത്. ഈ H2Oയും ഈ OH- തമ്മിൽ ഒരു H+ന്റെ വ്യത്യാസമാണുള്ളത്. അങ്ങനെ H+ന്റെ വ്യത്യാസത്തിൽ ഫോം ചെയ്യുന്ന ആസിഡുകളെയും ബേസുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്നാണ് വിളിക്കുക. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ചെറിയ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ H2O എന്ന് പറയുന്ന ആള് നമ്മളിൽ പലരുടെയും പോലെയാണ്. ഒരു ഓന്നാണ്. എന്താണ് ഓന്തിന്റെ സ്വഭാവം കാണിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? അയാൾ എന്ത് ചെയ്യുന്നതാണ്? എന്താണ് ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യും, അതേപോലെ തന്നെ ബേസ് ആയിട്ടും എന്ത് ചെയ്യും? ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. അപ്പൊ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായത് കൊണ്ട് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫോടെറിക് സബ്സ്റ്റൻസ് ആണ് വിളിക്കുക. എന്താ വിളിക്കുക? ആംഫോടെറിക് സബ്സ്റ്റൻസ്. അത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കും എന്താണ് ആംഫോടെറിക് സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാല്, അയാൾ എന്ത് ചെയ്യുന്ന അറിയാലോ? ആസിഡിനെ കാണുമ്പോൾ വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, ബേസിനെ കാണുന്ന സമയത്ത് ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനത്തെ ഒരു തിരുപ്പൻ സ്വഭാവം ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഫോടെറിക് സബ്സ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ വാട്ടർ മോളിക്യൂൾ നല്ലൊരു ആംഫോടെറിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എങ്ങനെ എഴുതാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ലൂയിസ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും പറയാത്തൊരു കോൺസെപ്റ്റാണ് ലൂയിസ് പറയുന്നത്. നിങ്ങൾക്കറിയാം ലൂയിസ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇലക്ട്രോൺ ഡോട്ടുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ലൂയിസ് പറയുന്നത്. ശ്രദ്ധിക്കാട്ടോ ഡെഫിനിഷൻ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നവർ ബേസ്, ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കുന്നവർ ആസിഡ്. ഇതാണ് ഇയാളുടെ കോൺസെപ്റ്റ്. എന്താ പറഞ്ഞ്? ഇലക്ട്രോൺ പെയറുകളെ വിട്ടുകൊടുക്കുന്നവർ ബേസും ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കുന്നവർ ആസിഡും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്ക്, NH3 എന്ന് പറയുന്ന അമോണിയ ഉണ്ടല്ലോ, അയാള് BF3 എന്ന് പറയുന്ന ബോറോൺ ട്രൈഫ്ലോറിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത VSEPRT അതിൽ പറയുന്നുണ്ട് നൈട്രജൻ അല്ലെ, അതിൽ ലോൺ പെയർ ഉണ്ട്. ആ ഇലക്ട്രോണിനെ ബോറോണിനാണ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന NH3യെ നമ്മൾ ബേസ്, എന്നാൽ ഈ BF3 നമ്മൾ എന്ത് വിളിക്കും? എന്താ പറഞ്ഞത്? Base is a substance which can donate electron pair and acid is a substance which can accept electron pair എന്നാണ് പറയാ. ഇതാണ് ലൂയിസ് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക കുറെ എക്സാമ്പിൾസ് തരും. എന്നിട്ട് നിങ്ങളെടുത്ത് ചോദിക്കും ഇതിൽ ഏതാണ് കോൺജുഗേറ്റ് ആസിഡ്, ഏതാണ് ലൂയിസിന്റെ ആസിഡ്, ഏതാണ് ലൂയിസിന്റെ ബേസ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം നന്നായി ശ്രദ്ധിക്കുക. കയ്യിൽ ലോൺ പെയർ ഇലക്ട്രോൺസോ നെഗറ്റീവ് ചാർജോ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്. അപ്പൊ അവർക്ക് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ അവര് ലൂയിസ് ബേസ് ആയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? എന്നാൽ ബോറോൺ ഫാമിലി, നിങ്ങൾക്ക് അറിയാലോ ആരാ ബോറോൺ ഫാമിലി? ബോറോൺ ഫാമിലി ആരാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ആളുകളാണ് ബോറോൺ ഫാമിലി അല്ലെ? ഞാൻ അന്ന് പറയാ അളിയൻ ഗായത്രിയെ ഇന്ത്യയിൽ വെച്ച് താലി കെട്ടി എന്നാണ് പറയാ. എന്താ പറയാ? ബോറനായ അളിയൻ ഗായത്രിയെ ഇന്ത്യയിൽ വെച്ച് താലി കെട്ടി. ഈ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം ഇവരുടെ ഫാമിലിയിൽ പെട്ട ആളുകൾ വരികയാണെങ്കിൽ അവരൊക്കെ ലൂയിസ് ആസിഡ് ആയിരിക്കും. എന്തായിരിക്കും? ആയിരിക്കും ബോറോൺ ഫാമിലി. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ BCl3 എന്ന് പറയുന്ന ആസിഡ്, LCl3 എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ. ഗാലിയം Cl3 എന്ന് പറഞ്ഞാൽ ലൂയിസ് ആസിഡ് ആണ്. അപ്പൊ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ടീമുകളാണ് ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞു ബോറോൺ ഫാമിലിയും പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരൊക്കെ എന്തിലാണ് പെടുക? പറയൂ, ലൂയിസ് ആസിഡിലാണ് പെടുക. കണ്ടോ എക്സാമ്പിൾസ് ഇവർ തന്നിട്ട് നോക്കുന്നു. BF3 ഉണ്ട്, H+ ഉണ്ട്, കൊബാൾട്ട് 3+ ഉണ്ട്, Mg2+ ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ചാർജോ ബോറോൺ ഫാമിലിയോ ആണെങ്കിൽ അത് ലൂയിസ് ആസിഡ് ആയിരിക്കും. അപ്പൊ അതിന് നേരെ തിരിച്ച് നെഗറ്റീവ് ചാർജോ കയ്യിൽ ലോൺ പെയറോ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ലൂയിസ് ബേസ് ആയിരിക്കും. അപ്പൊ കുറെ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് Cl- എന്താ?
മൈനസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇയാൾക്ക് ഇലക്ട്രോൺ കൂടുതലാണ്, വിട്ടുകൊടുക്കാൻ കഴിവുണ്ട്. അപ്പൊ അത് ലൂയിസ് ബേസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. അപ്പോ കയ്യിൽ ഇലക്ട്രോൺസുകൾ ഉള്ളവരൊക്കെ എന്തായിരിക്കും പറയേ, ലൂയിസിന്റെ ബേസ് ആയിരിക്കും. കയ്യിൽ ഇലക്ട്രോൺസുകൾ ഇല്ലാത്തവരൊക്കെ ലൂയിസിന്റെ ആസിഡ് ആയിരിക്കും. ഇതാണ് 3 ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയാ പറഞ്ഞത്? ആദ്യം പറയുന്നത് അറീനിയസിന്റെ കോൺസെപ്റ്റ് ആയിരുന്നു. അറീനിയസ് പറഞ്ഞ എന്തായിരുന്നു? H+നെ വിട്ടുകൊടുക്കുന്നവരാണ്, H- വിട്ടുകൊടുക്കുന്നവരാണ് ബേസ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്രോൺസ്റ്റർ ലോറി കോൺസെപ്റ്റ് ആയിരുന്നു. വിട്ടുകൊടുക്കുന്നവർ ആസിഡും H+നെ സ്വീകരിക്കുന്നവർ ബേസും. അവിടെ നമ്മളൊരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ലൂയിസിന്റെ ആയിരുന്നു. ഇലക്ട്രോൺ പെയറുകളെ വിട്ടുകൊടുക്കുന്നവർ ബേസും ഇലക്ട്രോൺ പെയറുകളെ സ്വീകരിക്കുന്നവർ ആസിഡ് എന്നും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, വളരെ നിസ്സാര കാര്യമാണ്. ഈ വാട്ടറിന് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. വാട്ടർ വെറുതെ ഇരിക്കൂല. വാട്ടർ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ആള് വെറുതെ ആളുമായിട്ട് വെറുതെ കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറുന്നറിയല്ലോ? H3O+ഉം OH- ആയിട്ട് മാറും. വെറുതെ ഇരിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ സ്വയം ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോ അയോണൈസേഷൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഓട്ടോ അയോണൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് അയോണൈസേഷൻ എന്നാണ് പറയാ കേട്ടോ. ഓട്ടോ അയോണൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് അയോണൈസേഷൻ. പക്ഷെ അത് ഇത്തവണ അങ്ങനെ എന്താണ് സിലബസിൽ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, സ്വയം കമ്പൈൻ ചെയ്തിട്ട് അയോൺസ് ആയിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോ അയോണൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് അയോണൈസേഷൻ. ഇവിടെ കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുക. H3O+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- എടുക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് KW എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? KW. ആ KW ആണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ. ശരിക്കും എന്താണെന്നറിയോ? നമ്മളിത് എന്താ ഈ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് ആലോചിച്ചാൽ അന്തപ്പെടുന്ന ആവശ്യമൊന്നുമില്ല. പ്രൊഡക്റ്റ് ഓഫ് അയോൺസ് ആണ്. അയോൺസുകളെ മൾട്ടിപ്പിൾ ചെയ്യാം. മനസ്സിലാവുണ്ടല്ലോ? വാട്ടറിന്റെ അകത്തുള്ള അയോൺസുകളെ മൾട്ടിപ്പിൾ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊരു വാല്യൂ ഉണ്ട് എന്നും സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ 1 × 10⁻⁻14 ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വർഷം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? പ്രൊഡക്റ്റ് ഓഫ് അയോൺസ് പ്രസന്റ് ഇൻ വാട്ടർ ഈസ് കാൾഡ് അയോണിക് പ്രൊഡക്റ്റ്. അതിന്റെ വാല്യൂ എത്രയാണ്? 1 × 10⁻⁻14 ആണ് എന്ന് പറയണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. സോറി, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. Cl- എഴുതിയിട്ടുണ്ട്. Cl- അല്ല, നിങ്ങൾ ആരും പറഞ്ഞതുമില്ല. എന്താണ്? OH- ആണ് കേട്ടോ, അല്ലേ? ഇവിടെ നമ്മൾ എടുക്കുന്നത് OH- H3O+ അല്ലേ? അവർ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. എന്താണ് KW എന്നാണ് നമ്മൾ പറഞ്ഞു. വാല്യൂ എത്രയാണ്? 1 × 10⁻⁻14 നമ്മൾ പറഞ്ഞു KW വാല്യൂ. ഇതാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? H3O+ എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആസിഡ് ആണ്, നിങ്ങൾക്ക് അറിയാം. OH- എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പോ ഒരു സൊല്യൂഷന്റെ അകത്ത് H3O+ന്റെ അളവ് കൂടിയാൽ ആസിഡിന്റെ സ്വഭാവം കൂടും. ആസിഡിന്റെ സ്വഭാവം കൂടും. അതുകൊണ്ട് ഇതിനെ നമുക്ക് അസിഡിക് എന്ന് പറയാൻ പറ്റും. അസിഡിക് എന്ന് പറയാൻ പറ്റും. എന്നാൽ OH- അളവാണ് കൂടുന്നത്, ഗ്രേറ്റർ ദാൻ H3O+ ആണെങ്കിൽ അതിന് നമ്മൾ ബേസിക് എന്ന് പറയാൻ പറ്റും. എന്നാൽ H3O+ന്റെയും OH- അളവ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ന്യൂട്രൽ എന്നും പറയും. എന്തൊക്കെയാ പറഞ്ഞത്? നല്ലോണം ശ്രദ്ധിച്ച് പറയണം. ഇപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. pH വാല്യൂ 7 ആണ്, ന്യൂട്രൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നറിയോ? രണ്ടുപേരും ഈക്വൽ ആകുമ്പോഴാണ് ന്യൂട്രൽ ആവുക. ഏതൊക്കെ രണ്ടുപേര്? H3O+ന്റെ അളവും OH- അളവും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ അതിനെ ന്യൂട്രൽ എന്ന് വിളിക്കുക. H3O+ന്റെ അളവ് ഗ്രേറ്റർ ദാൻ വന്നാൽ അതിന് നമ്മൾ ആസിഡ് എന്ന് പറയും. OH- അളവ് ഗ്രേറ്റർ ദാൻ വന്നാൽ നമ്മൾ അതിനെ എന്തും വിളിക്കും? ബേസ് എന്നും പറയും. മനസ്സിലാവണല്ലോ? ഇതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് ഈ PDF ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കണ്ടോ? ഇവിടെ എഴുതിക്കണുണ്ടോ നിങ്ങൾ? H3O+ന്റെ അളവ് OH- കൂടിയാൽ സൊല്യൂഷൻ അസിഡിക് ആയിരിക്കും. OH- അളവ് കൂടിയാൽ ബേസിക് ആയിരിക്കും. H3O+ OH- ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? ന്യൂട്രൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് pH സ്കെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. എന്താണ് pH സ്കെയിൽ? ഒന്നുമില്ല, എന്താണ് വെള്ളത്തിന്റെ അകത്ത് അല്ലെങ്കിൽ സൊല്യൂഷന്റെ അകത്തുള്ള H+ എന്ന് പറയുന്നതിന്റെ കോൺസെൻട്രേഷൻ കാണുക.
ആ കോൺസെൻട്രേഷനെ നെഗറ്റീവ് ലോഗരിതം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പി എച്ച് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പി എച്ച് എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ്, നോക്ക്, പി എച്ച് ഇസ് ഈക്വൽ ടു, ആ ഡെഫിനിഷൻ തന്നെയാണ്, സോറി ആ ഇക്വേഷൻ തന്നെയാണ് ഡെഫിനിഷൻ, നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ. എച്ച് പ്ലസ് എന്നും പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് അയോൺ എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? ഇതിന് പി എച്ച് എന്ന് പറയാം. അതായത് നമുക്ക് തന്ന ഒരു സൊല്യൂഷന്റെ അകത്തുള്ള എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടെത്തുക. ആ കോൺസെൻട്രേഷന്റെ വാല്യൂവിന്റെ നെഗറ്റീവ് ലോഗരിതം കാൽക്കുലേറ്ററിൽ ചെയ്താൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? പി എച്ച് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി പി എച്ച് സ്കെയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സ്കെയിലൊന്നും നമുക്ക് വാങ്ങിക്കാനൊന്നും കിട്ടൂല കേട്ടോ, ഒരു ഇമാജിനറി സ്കെയിലാണ്. അതില് 0 മുതൽ 7 14 എത്തുന്ന ഒരു സ്കെയിലാണ് പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ 7 എന്ന് പറയുന്ന വാല്യൂ ആണ് പി എച്ച് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് ന്യൂട്രൽ എന്ന് പറയാൻ പറ്റും. എന്താണ് ന്യൂട്രൽ? പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ നമുക്ക് അതിനെ ന്യൂട്രൽ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഈ 7 നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോരും തോറും, കുറയും തോറും ആസിഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. ആസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. എന്നാൽ 7 നിന്ന് അങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യും അറിയാലോ? ബേസിക് സ്ട്രെങ്ത്തും കൂടും. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും പി എച്ച് ഈക്വൽ ടു 0 ആണോ, പി എച്ച് ഈക്വൽ ടു 6 ആണോ മോർ അസിഡിക് എന്ന് ചോദിക്കും. അപ്പൊ ശ്രദ്ധിക്കണം, പി എച്ച് ഈക്വൽ ടു 0 ആണ് മോർ അസിഡിക്. എന്താ കാരണം? ലെഫ്റ്റിലേക്ക് വരുന്തോറും പി എച്ച് വാല്യൂ കുറയും ചെയ്യും. പി എച്ച് വാല്യൂ കുറയുമ്പോൾ എന്ത് കൂടും? അസിഡിക് സ്ട്രെങ്ത് കൂടും എന്നാണ് കോൺസെപ്റ്റ്. എന്നാൽ നിങ്ങളോട് ചോദിക്കുക, നേരെ തിരിച്ചിങ്ങനെ ചോദിക്കുകയാണ്, പി എച്ച് വാല്യൂ 8 ആണോ, പി എച്ച് വാല്യൂ 14 ആണോ മോർ ബേസിക് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ പി എച്ച് 14 എന്ന് പറയുന്നതാണ് മോർ ബേസിക്. കാരണം എന്താ? ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും കൂടുക ചെയ്യുന്നത്, ഇവിടെ ഇങ്ങോട്ട് പോകും തോറുമാണ് എന്താണ് എന്ത് ചെയ്യുന്നത്? അസിഡിക് സ്ട്രെങ്ത് കൂടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പി എച്ച് വാല്യൂ കുറഞ്ഞിട്ടുള്ള ആളുകൾക്കായിരിക്കും അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള. ഓക്കെ, നിങ്ങളൊരു സെന്റൻസ് പറയുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പ്യുവർ വാട്ടർ ആണെങ്കിൽ, ഒരിക്കലും പ്യുവർ വാട്ടർ നമുക്ക് റെയിൻ വാട്ടർ ആയിട്ട് കിട്ടൂല കേട്ടോ. പ്യുവർ വാട്ടറിന്റെ പി എച്ച് എന്തായിരിക്കും? 7 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് 7.4 ആണ് കേട്ടോ. 7.4 ആണ് ബ്ലഡിന്റെ പി എച്ച് വാല്യൂ, 7.4 ആണ്. സലൈവ 6.4 ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സലൈവ കണ്ടോ, എന്താണ്? സലൈവ ചെറുതായിട്ട് 6.4 എന്ന് പറയുമ്പോൾ അസിഡിക് ആണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉമിനീര് ഇറക്കി കഴിഞ്ഞാൽ ആ ഉമിനീരുണ്ടെങ്കിൽ അത് ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി പറയുന്നത് പി എച്ചും പി ഒ എച്ചും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്താണ് പി ഒ എച്ച് എന്താണെന്ന് അറിയണം അല്ലെ? പി ഒ എച്ച് എന്താണെന്ന് അറിയണം. ഒന്നുമില്ല, നമ്മളെ പി എച്ച് ഉണ്ടല്ലോ, ആ പി എച്ചിന്റെ അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ് പി ഒ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണ് എന്ന് ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നോക്ക്, നമ്മൾ പറഞ്ഞു പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് പി എച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ബേസ് ആവുമ്പോൾ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പി ഒ എച്ച് എന്ന് വിളിക്കുക. ബേസ് ആവുമ്പോൾ അതിൽ എച്ച് പ്ലസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിലെ ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ കാണുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പി ഒ എച്ച് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പി എച്ചും പി ഒ എച്ചും നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. നോക്ക്, നമ്മൾ പഠിച്ചിട്ടില്ലേ കെ ഡബ്ല്യുവിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കെ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 10⁻⁻14 എന്നാണ് ഇക്വേഷൻ അല്ലേ? നമ്മൾ ഇതിലേക്കൊക്കെ നെഗറ്റീവ് ലോഗരിതം അപ്ലൈ ചെയ്യാം കേട്ടോ. എന്താ അപ്ലൈ ചെയ്യേണ്ടത്? നെഗറ്റീവ് ലോഗരിതം കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക നോക്കാം നമുക്ക്. നോക്ക്, നെഗറ്റീവ് ലോഗരിതം കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്പിൾ ചെയ്ത് എന്താ കിട്ടുക? നെഗറ്റീവ് ലോഗ് കെ ഡബ്ല്യു ഈക്വൽ ടു, ഇനി ഇതിന്റെ മുകളിലുള്ളതാ ഇതിലേക്കാട്ടോ. ഇതിന് ചെയ്യുമ്പോൾ നമ്മള് ലോഗ്, ഇതിനെ ചെയ്യുന്ന സമയത്ത് ലോഗ് എ ഇൻറ്റു ലോഗ് ബി ഫോർമാറ്റ് ആണ്. അപ്പൊ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് പറ? മൈനസ് ലോഗ് H3O പ്ലസ്, മൈനസ് ലോഗ് H3O പ്ലസ്, പ്ലസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക മൈനസ് ലോഗ്, ശ്രദ്ധിക്കണം, പ്ലസ് മൈനസ്, സോറി കേട്ടോ,
എന്താ ചെയ്യാം, മൈനസ് ലോഗ് എന്ത് കിട്ടും, OH മൈനസ് എന്ന് കിട്ടും, മൈനസ് ലോഗ് OH മൈനസ് എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് മൊത്തം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 1 × 10⁻⁴ ഇത് അപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ എന്താ കിട്ടുക, മൈനസ് ലോഗ് 1 × 10⁻⁴ ആണ് എന്ന് കിട്ടും. ഇതെല്ലാം ഈക്വൽ ടു ഇതാണെന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, മൈനസ് ലോഗ് KW എന്ന് പറയുന്ന വാല്യൂ ഇല്ലേ, ആ മൈനസ് ലോഗ് KW എന്ന് പറയുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് PKW എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, PKW. കാരണം എന്താ, മൈനസ് ലോഗ് H-നെ PH എന്ന് വിളിച്ചില്ലേ, മൈനസ് ലോഗ് OH-നെ POH എന്ന് വിളിച്ചില്ലേ, അപ്പൊ മൈനസ് ലോഗ് KW-നെ PKW എന്ന് പറയാം. മൈനസ് ലോഗ് H3O+നെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, PH എന്ന് പറയാൻ പറ്റും, PH എന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ നോക്ക്, മൈനസ് ലോഗ് OH മൈനസ് ഇല്ലേ, ആ മൈനസ് ലോഗ് OH മൈനസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, പറ, POH എന്ന് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും, POH എന്ന് പറയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഈ മൈനസ് ലോഗ് 1 × 10⁻⁴ ഇല്ലേ, അത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ 14 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക, പറയൂ, PH + POH = എന്ത് കിട്ടും, 40 എന്ന് കിട്ടും. അപ്പൊ PH-ഉം POH-ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PH + POH = എന്താണ്, 14 ആയിരിക്കും എന്നാണ് പറയേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ PH സ്കെയിൽ എന്തായിട്ട് മാറിയത്, 14 വരെ വന്നത്. 0 മുതൽ 14 വരെ വരാൻ കാരണം എന്താണ്, അതിൽ ആസിഡിന്റെ PH എന്ന് പറയുന്നതും ബേസിന്റെ POH കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ എത്രയായിരിക്കും, 14 ആയിരിക്കും. അപ്പൊ ശരിക്കും ഒരു ആസിഡിന്റെ POH എങ്ങനെ കാണാന്നറിയോ, അതിനെ PH കാണാം, എന്നിട്ട് 14 നിന്ന് കുറച്ചാൽ മതി POH, അപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. മനസ്സിലാവും. അതേപോലെ തിരിച്ചും നമ്മൾ ഒരു ബേസിന്റെ കേസിൽ POH കാണാം, എന്നിട്ട് ആ ബേസിന്റെ PH എങ്ങനെയാന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പറ, 14 നിന്ന് കുറച്ചാൽ മതി. മനസ്സിലാവുണ്ടല്ലോ. കാരണം എന്താ, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടേണ്ടത് എത്രയാണ്, 14 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് PH-ഉമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പൊ PH എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞ്, H+ന്റെയോ H3O+ന്റെയോ കോൺസെൻട്രേഷൻ കണ്ടിട്ട് അതിനെ നെഗറ്റീവ് ലോഗരിതം കണ്ടാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് PH എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ എന്തായിരുന്നു, അത് OH- ആണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ POH എന്നാണ് വിളിക്കുക. PH-ഉം POH-ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, PH + POH = 40 എന്നാണ് പറയുക. ഓക്കെ, ഇനി ആകെ 2 കോൺസെപ്റ്റ് ഇതിൽ പറയാനുള്ളൂ. അതിലൊന്നാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നതും വേറൊന്നാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നതും. അപ്പൊ ആ രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലെ ഫോക്കസ് ഏരിയ. അപ്പൊ ആ 2 കാര്യങ്ങൾ കൂടി ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം കോമൺ അയോൺ എഫക്റ്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2 തരം ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. കറന്റിനെ കടത്തിവിടാൻ കഴിയുന്ന സബ്സ്റ്റൻസുകളാണ് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും, വേറൊന്നിനെ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, കോമൺ അയോൺ എഫക്റ്റും ബഫർ സൊല്യൂഷനും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനേ വേണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു, ഫോക്കസ് ഏരിയ തീർന്നു. ഓക്കെ, അപ്പൊ എന്താണ് കോമൺ അയോൺ എഫക്റ്റ്? അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, 2 തരം സബ്സ്റ്റൻസുകൾ ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2 തരം ഇലക്ട്രോലൈറ്റുകൾ ഉണ്ട്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ്, കറണ്ടിനെ കടത്തിവിടാൻ കഴിയുന്നതും കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുള്ള, ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കാം. ഇപ്പൊ NaCl ഒക്കെ ഇലക്ട്രോലൈറ്റ് ആണ്. ആദ്യം സ്ട്രോങ്ങും വീക്കും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാം. നോക്ക്, ഇപ്പൊ NaCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. എന്താ കാര്യം എന്നറിയോ, ഈ NaCl വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ Na+ഉം Cl- ആയിട്ട് മാറും. Na+ഉം Cl- ആയിട്ട് മാറും. അപ്പൊ 100 NaCl ആണ് ഞാൻ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നെങ്കിൽ അത് 100 Na+ഉം 100 Cl- ആയിട്ട് മാറും. അതിന്റെ അർത്ഥം 100% ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് NaCl എന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ്. ഇത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുക. അപ്പൊ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോലൈറ്റ് വിച്ച് ക്യാൻ ബി ഡിസോസിയേറ്റഡ് കംപ്ലീറ്റ്ലി എന്നാണ് കേട്ടോ. 100% ഡിസോസിയേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇവരുടെ കേസിൽ നമുക്ക് കോമൺ അയോൺ എഫക്റ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവർ 100% ഡിസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സുർക്ക, വിനേഗർ പോലെയുള്ള വസ്തുവിനെ
നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പേര് എന്ത് ചെയ്യുമെന്ന് അറിയാലോ, CH3CO- കുറച്ച് പേര് H+ ആയിട്ട് മാറും. പക്ഷെ കുറച്ച് പേര് മാറൂല, അവരിങ്ങനെ തന്നെ നിൽക്കും, അസറ്റിക് ആസിഡ് ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോ ഒരു 100 അസറ്റിക് ആസിഡ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 60 എണ്ണം CH3CO- 60 എണ്ണം H+ ആയി എന്ന് വിചാരിക്കുക. പക്ഷേ ബാക്കി 40 എണ്ണം ഡിസോസിയേറ്റ് ചെയ്യാതെ എന്തെന്നെ ആയിട്ട് മാറും, CH3COH ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എന്ത് വന്നാലും ഒരു കുലുക്കം ഉണ്ടാവില്ല. അങ്ങനെ 100% ഡിസോസിയേറ്റ് ചെയ്യാത്ത നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ഇനി ശ്രദ്ധിക്കണം, ഈ വീക്ക് ഇലക്ട്രോലൈറ്റ് കേസിലാണ് ഉള്ളത് നമ്മൾ കോമൺ അയോൺ എഫക്റ്റ് ഉള്ളത്. അപ്പൊ അത് നന്നായിട്ട് കേൾക്കുക കേട്ടോ, ശ്രദ്ധിച്ചോ. ഒരു ബീക്കർ എടുത്തിട്ട് ഈ ബീക്കറിൽ എന്ത് ചെയ്തു എന്നറിയാലോ, അസറ്റിക് ആസിഡ് എടുത്തു, CH3COOH എടുത്തു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇവര് സ്വാഭാവികമായിട്ടും കുറച്ച് പേര് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറിയിട്ടുണ്ടാവും, CH3CO- H+ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോ ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയാലോ, ഈ ബക്കറ്റിലേക്ക്, ഈ പാത്രത്തിലേക്ക് ഞാൻ കോമൺ അയോൺ ഉള്ള ഒരു സബ്സ്റ്റൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഞാൻ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് CH3COONA എന്ന് പറയുന്ന സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. മക്കൾ, ഇവിടെ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ബക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്ന വസ്തുവിൽ CH3CO- ഉണ്ട്. നമ്മളുടെ ബക്കറ്റിന്റെ അകത്ത് നോക്ക് നിങ്ങൾ, ബക്കറ്റ് അകത്ത് എന്തുണ്ട്, CH3CO- ഉണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതിലും CH3CO- ഉണ്ട്, ബക്കറ്റിലും CH3CO- ഉണ്ട്. അതിനെയാണ് നമ്മൾ കോമൺ അയോൺ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കോമൺ അയോൺ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും പറയേ, ഈ CH3CO- എന്ന് പറയുന്ന ആളുടെ അളവ് കൂടൂലേ? എന്താ കാരണം? CH3CO- നമ്മൾ ആഡ് ചെയ്യുന്നത്, മീൻസ് ഇതിൽ CH3CO- ഉണ്ട്. അപ്പൊ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നറിയാലോ, ആ CH3CO- ഈ ബാക്കിയുള്ള H+ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവരെ ആയിട്ട് മാറും, CH3COOH ആയിട്ട് മാറും. അതിന്റെ അർത്ഥം 60 ഡിസോസിയേറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല, അവരൊക്കെ വീണ്ടും അസറ്റിക് ആസിഡ് തന്നെ ആയിട്ട് മാറും. അങ്ങനെ ഒരു കോമൺ അയോൺ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനുള്ള കഴിവ്, വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കഴിവ് കുറക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ പറയാ? കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയും. ശ്രദ്ധിക്കണം, ഈ കോമൺ അയോൺ എഫക്റ്റിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ പറയാതിരുന്നത് അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും ജസ്റ്റ് പറയാ, 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിൽ പ്രഷർ, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചറിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ മാറ്റത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്റം സ്വയം ശ്രമിക്കും എന്ന് പറയുന്നതാണ് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോൺസെൻട്രേഷനിൽ മാറ്റം വരുമ്പോൾ ആ മാറ്റം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അസറ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അങ്ങനെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. അപ്പൊ എന്താ കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, കോമൺ അയോൺ ഉള്ള ഒരു സബ്സ്റ്റൻസിനെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി കുറക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ, കോമൺ അയോൺ എഫക്റ്റ്. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, വേറെ എക്സാമ്പിളും പറയാം. ഇനിയും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി ഒരു എക്സാമ്പിളും പറയാം. ഇപ്പൊ നമ്മളെ കയ്യിൽ NH4OH ഉണ്ട് എന്ന് വിചാരിക്കുക, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇയാളും ഈ അസറ്റിക് ആസിഡ് പോലെ തന്നെയാണ് നിൽക്കുക, NH4+ ആയിട്ട് നിൽക്കും, OH- ആയിട്ട് നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഞാൻ എന്ത് ചെയ്തു എന്നറിയാലോ, ഈ ബക്കറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് NH4Cl ആണ് എന്ന് വിചാരിക്കുക. ആഡ് ചെയ്യുന്നത് ഏതാണ്? NH4Cl ആണ് ആഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള കോമൺ അയോൺ ഏതാന്ന് പറ. കോമൺ അയോൺ നിങ്ങൾക്ക് അറിയാലോ, NH4+ ആണ്. ഇവിടെ ആരാണ്? NH4+ ആണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇത് ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? NH4+ അളവ് കൂടും. NH4+ അളവ് കൂടി എന്താ സംഭവിക്കുക? ആ NH4+ ഒക്കെ OH- ആയിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? NH4OH ആയിട്ട് മാറും. പിന്നീട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവിനെ കുറക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, കോമൺ അയോൺ ഉള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ
ഒരു കോമൺ അയോൺ ഉള്ള ഒരു സാൾട്ടിനെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വീക്ക് ഇലക്ട്രോലൈറ്റിന് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഡിസോസിയേഷൻ പവർ കുറക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? നല്ലൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഈ 2 എക്സാമ്പിൾസ് പഠിക്കണം. എന്നാൽ തന്നെ അസറ്റിക് ആസിഡ് ആണ് നിങ്ങളടുത്ത് ചോദിക്കുക. 90% ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. 90% കേസിലും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോമൺ അയോൺ എഫക്റ്റ് എന്താന്നല്ല ചോദിക്കുക, അസറ്റിക് ആസിഡിലേക്ക് സോഡിയം അസറ്റേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുക. അപ്പൊ അവിടെ നടക്കുന്ന ഫിനോമിന ഏതാണെന്നൊക്കെയാണ് ചോദിക്കുക. സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്നത് CH3COO ആണ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് CH3COH ആണ്. അപ്പൊ നിങ്ങൾ പറയണം അവിടെ കോമൺ അയോൺ എഫക്റ്റ് നടക്കും. അതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ ആണ്. ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ പറയുന്നത് ചേഞ്ച് വന്നാൽ ആ ചേഞ്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് പറയുന്നത് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കേട്ടോ, കോമൺ അയോൺ എഫക്റ്റും ബഫർ സൊല്യൂഷനുമാണ് ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ബഫർ സൊല്യൂഷൻ ഒന്നുമില്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ രാവിലെ നീച്ചിട്ട് പല ആളുകളും ചായ കുടിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ ചായ കുടിച്ചിട്ടുണ്ടാവില്ല, ചിലർക്ക് ചായ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പറയുന്ന ചായ എന്ന് പറയുന്നത് അസിഡിക് ആണ്. ബിരിയാണിയൊക്കെ നന്നായി കഴിച്ചു വന്നിട്ട് ഒരു നല്ലൊരു കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യും. കാരണം ടീ എന്ന് പറയുന്നത് അസിഡിക് ആണ്. ഓക്കെ, നിങ്ങൾ ദോശ കഴിച്ചിട്ടുണ്ടാവും അല്ലെ? ദോശയിൽ അപ്പസോഡൊക്കെ ഇട്ടുണ്ടായിരിക്കും. അപ്പൊ അതെന്താണ്? ബേസിക് ആണ്. എന്താണ്? ബേസിക് ആണ്. നിങ്ങൾ കറി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? കറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിയിൽ മഞ്ഞൾപ്പൊടി ഉണ്ടായിരിക്കും അല്ലെ? മഞ്ഞൾപ്പൊടിയൊക്കെ എന്താണ്? ബേസിക് ആണ്. ഇനി പല ആളുകളും ഇനിയിപ്പോ രാവിലെ തന്നെ പോയിട്ട് ലൈം കുടിച്ചു എന്ന് വിചാരിക്കുക ഈ തണുപ്പത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അതെന്താണ്? അസിഡിക് ആണ്. അങ്ങനെ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലം ഇഷ്ടം പോലെ അസിഡിക് ആയിട്ടും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അയാളുടെ ബ്ലഡിന്റെ pH നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എത്രയായിരുന്നു? 7.4. ഇത് ഫിക്സ്ഡാ. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കഴിച്ചാലും എന്ത് ചെയ്യുന്നറിയാലോ, നമ്മുടെ ബ്ലഡ് അതിന്റെ pH വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെ തടയും. അങ്ങനെ pH വാല്യൂ ചേഞ്ച് തടയാൻ കഴിവുള്ള സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻസ് പറഞ്ഞാൽ. അപ്പൊ എന്താ പറയാ? ദ സൊല്യൂഷൻസ് വിച്ച് ക്യാൻ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ ഡ്യൂറിങ് ദ അഡീഷൻ ഓഫ് സ്മാൾ എമൗണ്ട് ഓഫ് അസിഡിക് ഓർ ബേസിക് സബ്സ്റ്റൻസ് ടു ഇറ്റ്. അസിഡിക്കോ ബേസിക്കോ കുറേശ്ശെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും pH വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെ തടയാൻ കഴിവുള്ള സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു കോമൺ എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താന്ന് പറയും? കോമൺ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ പറയേണ്ടത് എന്താണ്? നമ്മളുടെ എന്താണ്? ബ്ലഡ് ആണ് പറയേണ്ടത് കേട്ടോ, ബ്ലഡ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ബഫർ സൊല്യൂഷൻ ഒന്നുകൂടി പറഞ്ഞു. ഒരു മിനിറ്റ്. ബഫർ സൊല്യൂഷൻ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ എന്താണ് അസിഡിക്കും ബേസിക്കും ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട്. പക്ഷെ എത്ര കഴിച്ചാലും നമ്മളുടെ ബ്ലഡിന്റെ pH മാറ്റം വരുന്നില്ല. pH 7.4 ആണ്. കാരണം ശരിക്ക് ബ്ലഡ് ഒരു സൊല്യൂഷൻ അല്ലേ? അപ്പൊ അസിഡിക് ആയതും ബേസിക് ആയിട്ടും ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും pH മാറ്റം വരേണ്ടതല്ലേ? പക്ഷെ മാറ്റം വരുന്നില്ല. അങ്ങനെ pH വാല്യൂ മാറുന്നതിനെ തടയാൻ കഴിവുള്ള സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻസ് പറയും. pH വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെ തടയാൻ കഴിവുള്ള സൊല്യൂഷൻസ് ആണ് ബഫർ സൊല്യൂഷൻ. അപ്പൊ ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷൻ എക്സാമ്പിളാണ്. വേറൊന്നാണ് നിങ്ങൾ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. ഓക്കെ, അതായത് കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോസ്മെറ്റിക്സ് നിങ്ങൾ മേക്കപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോ ഒപ്പന മത്സരങ്ങളൊക്കെ ജില്ലാ തലത്തിലൊക്കെ നടക്കുന്ന സമയത്ത് നാളെ രാവിലെ ആയിരിക്കും മത്സരം നടക്കണ്ടാവുക. പക്ഷെ പല കുട്ടികളും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തന്നെ മേക്കപ്പ് ഇട്ട് കുത്തിരിക്കണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും അവരുടെ മുഖത്തൊന്നും വലിയൊരു മാറ്റം വരുന്നില്ല അല്ലെ? കാരണം എന്താണെന്നറിയോ? ആ സൊല്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകൾ കംപ്ലീറ്റ് pH വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെ തടയാൻ കഴിവുള്ള സൊല്യൂഷൻസ് ആണ്. അതുകൊണ്ട് വലിയൊരു മാറ്റം എന്ത് ചെയ്യൂല എന്നറിയാലോ? ഫീൽ ചെയ്യൂല, മുഖത്ത് ഫീൽ ചെയ്യൂല. അപ്പോ ബ്ലഡും കോസ്മെറ്റിക്സും ആണ് ബഫർ സൊല്യൂഷന്റെ കോമൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇവരുടെ രണ്ടുപേരുടെ പ്രത്യേകത എന്താണ്? ശരീരത്തിലുണ്ടാവുന്ന pH വാല്യൂവിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നാണ് പറയുക. ഓക്കെ, ഇനി കെമിസ്ട്രി ലാബ് നമുക്ക് നമ്മുടെ എന്താണ് ബോഡിയെ കുറിച്ചോ അല്ലെങ്കിൽ ബ്ലഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മേക്കപ്പിനെ കുറിച്ചോ അല്ലല്ലോ പഠിക്കേണ്ടത്. കെമിസ്ട്രി ലാബിൽ നമ്മൾ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്നത് നിങ്ങളെടുത്ത്
ബഫർ സൊല്യൂഷൻ എന്താണ്, കോമൺ എക്സാമ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ വിച്ച് ക്യാൻ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ബ്ലഡ് ആൻഡ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതല്ല കെമിസ്ട്രി ലാബിൽ ഇനി ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രി ലാബിൽ ഇപ്പോൾ pH വാല്യൂ മാറി തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ബ്ലഡ് ഒഴിക്കാനൊന്നും കഴിയില്ല. മനസ്സിലായി? നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട്, അത് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തിന് നമ്മൾ ബഫർ എന്നാണ് പറയുന്നത്. ഇത് ചോദിക്കാൻ മാത്രം എഴുതിയാൽ മതി. അസിഡിക് ബഫർ രണ്ടാമെന്നാണ് പറയുക. അത് ചോദിക്കുകയാണെങ്കിൽ ബഫർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ എക്സാമ്പിൾ ആയ ബ്ലഡും കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അസിഡിക് ബഫർ എന്താണെന്നാണ് ഞാൻ. അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അസറ്റിക് ആസിഡ് CH3COOH എന്ന് പറയുന്ന അസറ്റിക് ആസിഡും CH3COONA എന്ന് പറയുന്ന അതിന്റെ സാൾട്ട് എന്ന് പറയാൻ കാരണം അവിടെ ചാർജ് ഉണ്ടായതുകൊണ്ട് ആ സാൾട്ട് എന്ന് പറയുന്നത്. ഇതൊരു അസിഡിക് ബഫറാണ്. അപ്പൊ ഈ അസിഡിക് ബഫറിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാട്ടോ. ഇതൊരു വീക്ക് ആസിഡ് ആണ് കേട്ടോ. അസറ്റിക് ആസിഡ് വീക്ക് ആസിഡ് ആണ്. എന്തുകൊണ്ടാണ് മക്കളെ വീക്ക് ആസിഡ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തായിരുന്നു, അയാൾക്ക് 100% ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെ വീക്ക് എന്ന് പറഞ്ഞത്. വീക്ക് ആസിഡ് ആണ്. ഇതെന്താണ്? അതിന്റെ സാൾട്ട് ആണ്. ഇനി ഈ CH3COONA എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാന്ന് അറിയോ നിങ്ങൾക്ക്? നോക്ക്, CH3COOH NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്താ ഉണ്ടായിരിക്കും? സ്ട്രോങ് ബേസ്. അപ്പോഴാണ് ഈ OHും Hും കൂടി എന്ത് കിട്ടുക? CH3COONA എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസ് കിട്ടുന്നത്. അതിന്റെ അർത്ഥം ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാൾ ആരാണ്? OH. ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ട് പറയും? ഒരു വീക്ക് ആസിഡ് ഉണ്ട്, അതിന്റെ സാൾട്ട് ഉണ്ട്, ഒരു സ്ട്രോങ് ബേസ് ഉണ്ട്. ഇതാണ് അസിഡിക് ബഫറിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് അസിഡിക് ബഫർ എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ആസിഡ് ആൻഡ് ഇറ്റ്സ് ബേസ് ആണ് പറയാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ലേ? അപ്പൊ ഈ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം CH3COOH/CH3CONA എന്ന് പഠിച്ചാൽ മതി. അതിനർത്ഥം ഇതൊരു വീക്ക് ആസിഡ്, ഇത് അതിന്റെ സാൾട്ട് ആണ്. പക്ഷെ ആ സാൾട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസ് ഉണ്ട്. ഞാനത് പറയാൻ കാരണം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ അത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എ ആസിഡ്, സാൾട്ട് ആൻഡ് എ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. ആ ബേസ് ഇതിന്റെ അകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള NaOH ആണ് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് അസിഡിക് ബഫർ. ഇനി രണ്ടാമത് കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ബഫർ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിക് ബഫർ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ബേസിക് ബഫർ എന്ന് പറയും. ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ പറഞ്ഞ ഒരു ബേസിന് എക്സാമ്പിൾ ആണ് NH4OH. അതിന്റെ സാൾട്ടിന് എക്സാമ്പിൾ ആണ് NH4Cl. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഇട്ടുണ്ടായിരിക്കും. അതായത് ഇതൊരു വീക്ക് ബേസ് ആണ്, ഇത് അതിന്റെ സാൾട്ട് ആണ്. ഈ സാൾട്ടിന്റെ അകത്ത് ആരുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? നോക്ക്, NH4OH എന്ന് പറയുന്നതിന്റെ അകത്തേക്ക് നമ്മൾ HCl ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടുന്നത്? NH4Cl കിട്ടുന്നത്. അതിന്റെ അർത്ഥം HCl എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ട് പറയും? ഒരു വീക്ക് ആയിട്ടുള്ള ബേസ് ഉണ്ട്, അതിന്റെ സാൾട്ട് ഉണ്ട്, ഒരു സ്ട്രോങ് ആസിഡ് ഉണ്ട്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. അപ്പൊ മറക്കല്ലേ, എക്സാമിന്റെ ബേസിക് ബഫർ എന്താ ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ്, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ് എന്നാണ് പറയാ. ഇവിടുത്തെ ആസിഡ് നമ്മൾ കാണൂല. ഇവിടുത്തെ ആസിഡ് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് ബേസിക് ബഫർ എന്ന് പറയുന്നത്. ഇത് കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന ബഫറാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയയിൽ മിക്കവാറും കണ്ടോ ഇതിലെ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ വേർഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണ്ടോ, അതിൽ നോക്ക്, ബേസിക് ബഫർ ഈസ് എ മിക്സ്ചർ ഓഫ് എ വീക്ക് ബേസ് ആൻഡ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ആസിഡ്. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രോങ് ആസിഡ് എവിടെയൊന്നും കിട്ടൂല. അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ബഫർ സൊല്യൂഷൻ എന്നും അതിന്റെ എക്സാമ്പിളും ആണ് ചോദിക്കുക. നമ്മൾ പറയേണ്ടത് എ സൊല്യൂഷൻ വിച്ച് ക്യാൻ റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ എന്ന് പറയാം. എന്നിട്ട്
അതിന്റെ എന്താണ് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലഡ് ആൻഡ് കോസ്മെറ്റിക്സ് എന്ന് പറയാം. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഫർ എന്ന് ചോദിക്കുമ്പോഴാണ് ഫസ്റ്റ് വൺ ഈസ് അസിഡിക് ബഫർ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട് വിത്ത് എ സ്ട്രോങ് ബേസ് എന്ന് പറയാം. സെക്കൻഡ് വൺ ബേസിക് ബഫർ എന്ന് പറഞ്ഞിട്ട് മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് സാൾട്ട് ആൻഡ് എ സ്ട്രോങ് ആസിഡ് എന്നും പറയാ. അതാണ് ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയാണ് നമ്മളുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തൊരു കാര്യമാണ്, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത കാര്യമായിട്ട് ഞാൻ എന്തിനാ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ മനസ്സിലാവും. അതായത് ശ്രദ്ധിക്കാട്ടോ, ചെറിയൊരു കാര്യമാണ്. ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്ക് നിങ്ങള്, ഇപ്പൊ എൻ്റെ കയ്യിൽ NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് എന്ന് വിചാരിക്കാം. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ട്. എൻ്റെ കയ്യിൽ HCl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഉണ്ട് വിചാരിക്കാം. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്താ കിട്ടുക? H2O ഇവിടുന്ന് പോവില്ലേ? കണ്ടോ, അങ്ങനെ പോവില്ലേ? എന്താ കിട്ടുക? NaCl പ്ലസ് H2O ആണ് കിട്ടുക. NaCl പ്ലസ് H2O. ശ്രദ്ധിക്കണം, ഈ NaCl എന്ന് പറയുന്ന ആൾ ഇതെന്താണ്? ന്യൂട്രൽ ആണ്. എന്താണ്? ന്യൂട്രൽ ആണ്. അതിന് ആസിഡിക്കും അല്ല ബേസിക്കും അല്ല, ന്യൂട്രൽ ആണ്. എന്താ കാരണം എന്നറിയോ? സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്താൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ്? സ്ട്രോങ് ആസിഡ് ഈക്വൽ എമൗണ്ടിൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ ടോട്ടൽ സൊല്യൂഷന്റെ സ്വഭാവം എന്തായിരിക്കും എന്നാ പറയുന്നത്? ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ന്യൂട്രൽ ആയിരിക്കും. എന്നാൽ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയാലോ? ഒരു CH3COOH എന്ന് പറയുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡ് ഉണ്ട് വിചാരിക്കുക. വീക്ക് ആസിഡ് ആട്ടോ. എൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയാലോ? NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസ് ഉണ്ട് എന്ന് വിചാരിക്കുക. സ്ട്രോങ് ബേസ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഈ എച്ചും ഇവിടുത്തെ ഈ OH കൂടി പോയാൽ നമുക്ക് എന്താ കിട്ടുക? CH3COONA എന്ന് പറയുന്ന കോമ്പൗണ്ടും കിട്ടും, പ്ലസ് H2O എന്ന് കിട്ടും. അപ്പൊ ചോദിക്കും, ഈ സാൾട്ടിന്റെ സ്വഭാവം എന്താ വരിക? ഇത് അസിഡിക് ആണോ ബേസിക് ആണോ വരിക എന്ന് ചോദിക്കും. ഒരു ഡൗട്ടും ഇല്ല, ഇത് സ്ട്രോങ് ആയതുകൊണ്ട് ഇതിന്റെ സ്വഭാവം എന്തായിരിക്കും? ഇത് സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് ഇതിന്റെ സ്വഭാവം എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അതിന്റെ അർത്ഥം ആരാണോ സ്ട്രോങ് ആ സ്വഭാവമാണ് ആ സൊല്യൂഷൻ ഉണ്ടാവുക. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചു വന്നാലോ, ഇവിടെ സ്ട്രോങ് ആസിഡും ഇവിടെ വീക്ക് ബേസും വന്നാലും എന്ത് സ്വഭാവം ഉണ്ടാവുക? അസിഡിക് സ്വഭാവമാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം, ഒരു മിക്സർ തന്നിട്ട് ഇതിന്റെ നേച്ചർ എന്താ? അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഈക്വൽ എമൗണ്ട് ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കമ്പൈൻ ചെയ്താൽ ഉറപ്പാണ് അതിന്റെ സ്വഭാവം അസിഡിക് ആയിരിക്കും. എന്നാൽ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതും കൂടി അറിഞ്ഞിരിക്കണം. അത് സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്ന ഭാഗമാണ്. അത് ഫോക്കസ് ഏരിയയിലില്ല, പക്ഷെ പ്രീവിയസ് ഇയറിൽ നിറയെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലാവുണ്ടല്ലോ? ഇത്രയാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ ചാപ്റ്ററിൽ. ഹലോ ഹലോ സാറേ, ഈ ലൂയിസ് ആസിഡും തിരിച്ചറിയാലെന്ന് പറഞ്ഞതിന്റെ ഒന്നും കൂടി പറയോ? ഞാൻ പറഞ്ഞല്ലോ, ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ലൂയിസ് ആസിഡുകൾക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവാണ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ അവരുടെ ചാർജ് എന്തായിരിക്കണം? പോസിറ്റീവ് ആവണം. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസോ അല്ലെങ്കിൽ ബോറോൺ ഫാമിലിയിലുള്ള സ്പീഷീസോ വന്നു കഴിഞ്ഞാൽ ആസിഡ് ആയിരിക്കും. എന്താ കാരണം? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് ചാർജിനെ വേണം, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വേണം. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നവരാണ് ലൂയിസ് ആസിഡ്. അപ്പൊ മറക്കണ്ട, പോസിറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് H+, AlCl3+, അങ്ങനെ പോസിറ്റീവ് ചാർജ് ആയിട്ട് വരുന്ന ആളുകളോ ബോറോൺ ഫാമിലി വരുന്ന BCl3, BF3 അല്ലെങ്കിൽ AlCl3 അങ്ങനത്തെ ആളുകളോ വന്നാൽ, അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അവരോ വന്നു കഴിഞ്ഞാൽ അവർ ലൂയിസ് ആസിഡ് ആയിരിക്കും. എന്നാൽ നെഗറ്റീവ് ചാർജ് ഉള്ളവരും കയ്യിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളവരും ലൂയിസിന്റെ ബേസ് ആയിരിക്കും.
അപ്പോൾ NH3 എന്ന് പറയുന്ന ആളിൽ ലോൺ പെയർ ഉണ്ട്, ലൂയിസ് ബേസ് ആണ്. H2O എന്ന് പറയുമ്പോൾ ഓക്സിജന് മുകളിൽ ലോൺ പെയർ ഉണ്ട്, ലൂയിസ് ബേസ് ആണ്. Cl മൈനസ്, OH മൈനസ്, Cn മൈനസ്, മൈനസ് 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 എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഉണ്ട് എന്നർത്ഥം. ഇലക്ട്രോൺസ് ഉള്ളവരൊക്കെ ലൂയിസിന്റെ ബേസ് ആണ്. അപ്പൊ എന്താ പറഞ്ഞ്, മൈനസും ലോൺ പെയർ ഉണ്ടെങ്കിൽ ലൂയിസ് ബേസ്, പ്ലസും ബോറോൺ ഫാമിലി ആണെങ്കിൽ ലൂയിസ് ആസിഡ്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ ഓക്കെ. ഇനിയുണ്ടോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാലോ, എന്താണ് കുറച്ച് ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് സംസാരിക്കാനുള്ള, മാക്സിമം അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തത് നിങ്ങളോട് പറഞ്ഞിരുന്നു എൻവിറോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കഥ കേൾക്കുമ്പോൾ കേൾക്കാൻ വേണ്ടി, കെമിസ്ട്രി ഒന്നുമില്ല കാര്യമായിട്ട്, ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇത് കഥ പോലെ നിന്ന് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് റീസെന്റ് ആയിട്ട് കെമിസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ഏറ്റവും പുതിയതായിട്ട് മീൻസ് 1970-കൾക്ക് ശേഷമാണ് ഭൂമി നശിക്കുന്നുണ്ടെന്നും ആ ഭൂമി നശിക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ സയന്റിസ്റ്റുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഓസോൺ ഡിപ്ലീഷൻ നടക്കുന്നുണ്ടെന്നൊക്കെ കണ്ടെത്തി വെക്കുന്ന ആ സമയത്താണ്. അപ്പൊ ആ സമയത്ത് മാത്രം ഫോം ചെയ്തിട്ടുള്ള, എന്നാൽ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ജനങ്ങളെ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് എൻവിറോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാധാരണയായിട്ട് പൊല്യൂഷൻ എന്താണ്, പൊല്യൂട്ടന്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഒന്നുമില്ല, ഏത് വസ്തുവാണോ ഭൂമിക്ക് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ആ വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊല്യൂട്ടന്റ് എന്ന് പറയും. എന്നാൽ അത് കാരണമായിട്ട് ഭൂമിക്ക് ഉണ്ടാകുന്ന ഹാംഫുൾ എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻ എന്ന് പറയും. ഹാംഫുൾ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇതിൽ ശരിക്കും സാധാരണയായിട്ട് 2 തരം പൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷനും സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷനും. പക്ഷെ ഫോക്കസ് ഏരിയയിൽ സ്ട്രാറ്റോസ്ഫെറിക് ഇല്ല, ഒഴിവാക്കിയിട്ടുണ്ട്. ട്രോപ്പോസ്ഫെറിക്കിൽ തന്നെ ആകെ കുറച്ചുള്ളൂ പറയാനുള്ളത്. അപ്പൊ എന്താ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഭൂമിയുടെ ലോവർ ലെവലിൽ, അറ്റ്മോസ്ഫിയറിൽ ലോവർ ലെവലിൽ കാണപ്പെടുന്ന പൊല്യൂഷൻസിനെയാണ് നമ്മൾ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻസ് പറയും. അതായത് നമ്മൾ മനുഷ്യരൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ഒക്കെ ഉള്ള കാണപ്പെടുന്ന എന്താണ് പൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊല്യൂഷൻസ് പറയും. ആ പൊല്യൂഷന് കാരണമാകുന്ന പ്രധാനമായിട്ട് 2 വസ്തുക്കളാണ്. ഒന്ന് ഗേഷ്യസ് ആയിട്ടുള്ള സൾഫറിന്റെ ഓക്സൈഡുകള്, നൈട്രജന്റെ ഓക്സൈഡുകള്, ഹൈഡ്രോ കാർബൺസ്, കാർബണ്, അതുപോലെ H2S പോലെയുള്ള ഗേഷ്യസ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ആണ് പ്രധാനമായിട്ടും. അതേപോലെ തന്നെ പാർട്ടിക്കിൾ രൂപത്തിൽ കാണപ്പെടുന്ന ഡസ്റ്റ്, ഫ്യൂംസ് പോലെയുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 എന്താണ് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷന്റെ 2 ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗേഷ്യസും വേറൊന്ന് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടന്റും. എന്താ പെർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഡസ്റ്റ്, സ്മോക്ക്, ഫ്യൂംസ് പോലെയുള്ളതിനാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ് പറയും. ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു കാര്യം അറിയിക്കണം, വയബിൾ ആൻഡ് നോൺ വയബിൾ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഫോക്കസ് ചെയ്തിൽ കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് വയബിൾ ആൻഡ് നോൺ വയബിൾ എന്ന് പറയുന്ന പൊല്യൂഷൻ. വയബിൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ലിവിങ് ഓർഗാനിസംസ്, ജീവിക്കുന്ന ജീവനുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരൂലേ, അതിനെ നമ്മൾ വയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന വൈറസുകളൊക്കെ വയബിൾ ആണ്. വയബിൾ എന്ന് പറയുന്നത് എന്താണ്, ജീവനുള്ള വസ്തുക്കളാണ്. ഇപ്പോൾ എന്താണ് എന്തെങ്കിലും ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ജീവനുള്ള വസ്തുക്കൾ, ഇപ്പോൾ എന്താണ് അലർജിയുള്ള ആളുകൾ തുമ്മുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വൈറസുകളോ ബാക്ടീരിയകളോ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വയബിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ വയബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ് ജീവനുള്ളത് കേട്ടോ. അതും ഒരു ടൈപ്പ് പൊല്യൂട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇതില് നിങ്ങൾക്ക് ഇനി അടുത്ത, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ്, ഭൂമിയുടെ ലോവർ ലെവലിൽ കാണപ്പെടുന്ന പൊല്യൂഷനെ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ എന്ന് പറയും. അതിന് കാരണമാകുന്ന 2 പൊല്യൂട്ടൻസ് ആണ്. ഒന്ന് ഗേഷ്യസ് എയർ പൊല്യൂട്ടൻസും, രണ്ടാമത്തത് പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസും ആണ്. പെർട്ടിക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് അടങ്ങിയത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഏരിയ പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും. കേൾക്കുക കേട്ടോ. നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം.
അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ദിവസം. നിങ്ങൾക്കറിയാലോ, പണ്ട് നമ്മൾ 25 ഡിഗ്രി ഒക്കെ നോർമൽ ടെമ്പറേച്ചർ എടുത്തിരുന്നത് ഇപ്പൊ 25 ഡിഗ്രി നമുക്ക് ഒരിക്കൽ പോലും മാറിയിട്ടുണ്ട്. അതിനർത്ഥം ഭൂമിയിലെ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഓരോ ദിവസം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കൂടുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. ഇനി ആ ഗ്ലോബൽ വാർമിംഗ് കാരണമായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാലോ, ഗ്ലോബൽ വാർമിംഗ് കാരണമായിട്ടാണ് ഈ അന്റാർട്ടിക്കയിലൊക്കെ മഞ്ഞുമലകളൊക്കെ ഉരുകയും ഓസ്ട്രേലിയ പോലെയുള്ള വൻകരകളൊക്കെ ഇല്ലാതെയാവും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നതൊക്കെ അത് ഉപയോഗിച്ചിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പറഞ്ഞ രാജ്യം ഇല്ലാതെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കാരണം അത്രയും വലിയ ചൂടാണ് വരാൻ പോകുന്നത് എന്നൊക്കെ സയന്റിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മളുടെ ഈ ഓട്ടോമൊബൈൽസിന്റെ ഉപയോഗം കാരണം, അതുപോലെ വോൾക്കാനോ പൊട്ടിത്തെറിക്കൽ കാരണം, അതുപോലെ കാരണമായിട്ട് നമ്മളുടെ എർത്തിന്റെ നേരെ ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾക്ക് കാര്യം ഇതാണ് എർത്ത് എന്ന് വിചാരിക്കാം. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് എർത്ത് എന്ന് വിചാരിക്കാം. ഈ എർത്തിന്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കാണാത്ത ഒരു ലെയർ ഉണ്ട്, ഒരു ഗേഷ്യസ് ലെയർ ഉണ്ട്. ആ ഗേഷ്യസ് ലെയർ ഏതൊക്കെ ഉപയോഗിച്ചുള്ള ഗേഷ്യസ് ലെയർ ആണ്? അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്ന. അതേപോലെ തന്നെ CH4 എന്ന് പറയുന്ന മീഥെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ നൈട്രജന്റെ ഓക്സൈഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജുകളിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന CFC ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഓസോൺ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ലെയർ നമ്മളുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട്. ഇനി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ സൂര്യനിൽ നിന്ന് ലൈറ്റ് ഭൂമിയിൽ വന്ന് പതിക്കും. പകൽ സമയത്ത് ലൈറ്റിന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്ന് പതിക്കും. നേരെ മനസ്സിലാക്കട്ടോ, ലൈറ്റ് ആയിട്ട് ഭൂമിയിൽ വന്ന് പതിക്കും. ലൈറ്റിനെ തുളച്ചു കയറാനുള്ള കഴിവുള്ള ഭൂമിയിൽ വന്ന് പതിക്കും. പക്ഷെ പകൽ സമയത്ത് മുഴുവനായിട്ട് ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ രാത്രിയാവുമ്പോൾ ഭൂമി എന്ത് ചെയ്യും എന്നറിയാലോ, ഇതിനെ ഹീറ്റ് ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഹീറ്റിന്റെ രൂപത്തിൽ ഇതിനെ മുകളിലോട്ട് തന്നെ തിരിച്ചയക്കാനുള്ള ശ്രമം നടത്തും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, രാത്രിയൊക്കെ നിങ്ങൾ ടെറസിന്റെ മുകളിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ടോർച്ച് ഇങ്ങനെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്യൂംസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ മുകളിലോട്ട് ഇത് വിടുകയാണ്. പക്ഷെ ഈ മുകളിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ ഗേഷ്യസ് ലെയറിനെ തുളച്ച് കയറാനുള്ള കഴിവ് ഹീറ്റിനില്ല. ശ്രദ്ധിക്കണം, വന്നത് ലൈറ്റ് ആയിട്ടാണ്, ലൈറ്റിന് പെനിട്രേഷൻ പവർ ഉണ്ട്. പക്ഷെ ഹീറ്റിന് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അത് ഗേഷ്യസ് ലെയറിനെ തട്ടിയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരും. അങ്ങനെ ഓരോ ദിവസം സൂര്യൻ ഉദിക്കുമ്പോഴും ഇങ്ങനെ ഹീറ്റിന്റെ കണ്ടന്റ് ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കൊണ്ടേയിരിക്കും. ആ കൂടുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ് എന്നാണ് പറയാം. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയേണ്ട കാര്യം ഇതാണ്: സൂര്യനിൽ നിന്ന് ലൈറ്റ് ഭൂമിയിലേക്ക് ലൈറ്റിന്റെ രൂപത്തിൽ എത്തുന്നു, എർത്ത് അതിനെ ഹീറ്റാക്കി മാറ്റുന്നു. ആ ഹീറ്റിന് എന്ത് ചെയ്യാൻ കഴിവില്ല, നമ്മുടെ ഗേഷ്യസ് ലെയറിനെ കവർ ചെയ്യാനുള്ള കഴിവില്ല. ആ ഗേഷ്യസ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിന്, നൈട്രജൻ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഓസോൺ പോലെയുള്ള ഗ്യാസുകളാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഉണ്ടായുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരിക്കും, മലേറിയ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ടേം ഉപയോഗിച്ചിരുന്നു, ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെ. അതെന്താണെന്നറിയോ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത പ്രദേശങ്ങളിൽ വെജിറ്റബിൾസ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, ചെറിയ ചെടികൾ, ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ ചെടികളൊക്കെ അപ്പോൾ എന്താണ്, ഇത്തരം ഫ്രൂട്ട്സുകളും ഇതൊക്കെ അവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ നല്ല തണുപ്പാകുമ്പോൾ നമുക്ക് ഈ ചെടിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യുമെന്നറിയാലോ, ഇതിന് മുകളിൽ ഒരു ഗ്ലാസിന്റെ വീടുണ്ടാക്കും. ഒരു ഗ്ലാസിന്റെ വീടുണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യാന്നറിയാലോ, ഈ മരങ്ങളെയും വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ വെക്കുക. അപ്പൊ എന്താ സംഭവിക്കാന്നറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുത്ത പ്രദേശമായതുകൊണ്ട് സൂര്യൻ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചെറിയ ലൈറ്റേ തരുള്ളൂ. അപ്പൊ ആ ലൈറ്റ് എന്ത് ചെയ്യുന്നറിയാലോ, ഇതിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ഹീറ്റ് ആയിട്ട് മാറും. പക്ഷേ ഹീറ്റിന് മുകളിലോട്ട് പോകാനുള്ള കഴിവില്ല. അപ്പൊ ആ ഹീറ്റ് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യും, നിൽക്കും. അപ്പൊ എന്ത് ചെയ്യുന്നറിയില്ലോ, നല്ല തണുപ്പില് ഈ ചെടികളൊക്കെ നശിച്ചു പോകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. അതിനർത്ഥം ഭൂമിയിൽ എങ്ങനെയാണോ
എന്താണ് ഈ ഗേഷ്യസ് ലെയറുകൾ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂട്ടുന്നത്, അതേപോലെയാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന തണുത്ത പ്രദേശങ്ങളിലുള്ള എന്താണ് ഹരിത ഭവനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഗ്രീൻ ഹൗസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് എന്ന് രണ്ടിലെയും നടക്കുന്ന ഫിനോമിനകൾ എന്താണ്, സെയിം ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റും? അതിൽ പ്രധാന വാഹനങ്ങളുടെ ഉപയോഗം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മരങ്ങൾ എന്ത് ചെയ്യുക, വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വുഡ്, അതേപോലെ തന്നെ ഡ്രൈ ലീവ്സ് ഒക്കെ കത്തുന്നത് ഒഴിവാക്കുക. അതേപോലെ ജനങ്ങൾക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് എന്ത് ചെയ്യാന്നറിയാലോ, അവയർനെസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് അതിന് ഒഴിവാക്കാൻ പറ്റുക. ഓക്കെ, ഇനി വേറെ ഒന്നാണ് ആസിഡ് റെയിൻ. ആകെ കുറച്ചേ പറയുന്നുള്ളൂ ഇതിന്റെ അകത്ത്. ആസിഡ് റെയിൻ എന്താണ്? ഒരു വെള്ളം എന്ന് പറയും pH വാല്യൂ 7 അല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത്രക്കും പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ pH വാല്യൂ 7 ആവുള്ളൂ. ഇത് മഴവെള്ളം pH വാല്യൂ 7 അല്ല. എന്താ കാരണം എന്നറിയാലോ? നമ്മുടെ വെള്ളത്തിനോട് കൂടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറും എന്നറിയോ? H2CO3 എന്ന് പറയുന്ന കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളത്തിനോട് കൂടെ ചെറിയൊരു അസിഡിക് സ്വഭാവം മഴവെള്ളത്തിന് ഉണ്ടായിരിക്കും. സാധാരണ മഴവെള്ളത്തിന്റെ pH വാല്യൂ 5.6 ആണ്. എത്രയാണ്? 5.6 ആണ് സാധാരണ മഴവെള്ളത്തിന്റെ pH വാല്യൂ. എന്നാൽ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമുക്കറിയാം ആഗ്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇൻഡസ്ട്രീസിന്റെ ഉപയോഗം കാരണമായിട്ടൊക്കെ, അതേപോലെ ഓട്ടോമൊബൈലിന്റെ ഉപയോഗം കാരണമായിട്ടൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിറയെ നൈട്രജന്റെ ഓക്സൈഡ്, അതുപോലെ സൾഫറിന്റെ ഓക്സൈഡുകളൊക്കെ നിറയെ അധികമായത് മഴവെള്ളത്തിനോട് കൂടെ നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ആസിഡ് ആയിട്ടും സൾഫർ ഡയോക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ് ആയിട്ടും മഴവെള്ളത്തിനോട് കൂടെ പോരും. അപ്പൊ പോരുമ്പോ pH വാല്യൂ വീണ്ടും കുറയും, ലെസ് ദാൻ 5.6 ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറയും തോറും അസിഡിക് സ്ട്രെങ്ത് കൂടുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പൊ pH വാല്യൂ ലെസ് ദാൻ 5.6 ആയാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആസിഡ് റെയിൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ആസിഡ് റെയിൻ. അപ്പൊ എക്സാമിന് എന്താ ആസിഡ് റെയിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? നോർമൽ വാട്ടറിന്റെ pH 5.6 ആണ്. 5.6നേക്കാൾ pH വാല്യൂ കുറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താന്ന് പറഞ്ഞ്, നൈട്രജൻ ഡയോക്സൈഡ് നൈട്രിക് ആസിഡ് ആയിട്ടും സൾഫർ ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് ആയിട്ടും മഴവെള്ളത്തോട് കൂടെ ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ടാണ് pH വാല്യൂവിൽ മാറ്റം ഉണ്ടാവുന്നത് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി അതിന്റെ ഹാംഫുൾ എഫക്റ്റുകൾ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്. കൃഷിയൊന്നും ഉണ്ടാവില്ല. അക്വാട്ടിക് സ്പീഷീസ്, നിങ്ങൾക്ക് അറിയാം പണ്ടൊക്കെ നമ്മുടെ അക്വാട്ടിക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഈ തവളയും അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ പാടത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെ, ഗ്ലോബൽ വാർമിങ്ങും ആസിഡ് റെയിനും ഒക്കെ തന്നെയാണ്. ഓക്കെ, അതേപോലെ തന്നെ താജ്മഹലിന്റെ കളർ ഫീഡ് ചെയ്യാനുള്ള കാരണം എന്താണ് നമ്മളുടെ ആസിഡ് റെയിൻ. എന്താ കാരണം എന്നറിയോ? താജ്മഹൽ എന്ന് പറയുന്ന വൈറ്റ് മാർബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം കാർബണേറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിലേക്ക് ആസിഡ് റെയിനിന്റെ കൂടെ വരുന്ന സൾഫ്യൂരിക് ആസിഡ് റിയാക്ഷനിൽ പങ്കെടുക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നറിയാലോ? അത് കാൽഷ്യം സൾഫേറ്റും അതേപോലെ തന്നെ H2Oയും CO2 മാറും, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. അങ്ങനെ ഈ കാൽഷ്യം കാർബണേറ്റിന്റെ കളർ ഫീഡിങ്ങിന് കാരണമായതും എന്താണ്? ആസിഡ് റെയിൻ ആണ്. അങ്ങനെ നമുക്ക് കത്തിയടിക്കാൻ പറ്റുന്ന നല്ലൊരു ടോപ്പിക്കാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആസിഡ് റെയിനിന്റെ ഉപയോഗം എങ്ങനെയൊക്കെ, എഫക്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് കുറക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒന്നാണ് ഓട്ടോമൊബൈൽസിന്റെ ഉപയോഗം കുറക്കുക, നാച്ചുറൽ ഗ്യാസിന്റെ ഉപയോഗം കൂട്ടുക. നമ്മൾ ഈ കോളിൽ നിന്ന് കരിയിൽ നിന്ന് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഉപയോഗം കൂട്ടുക. അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ നല്ല സൗണ്ട് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡിന്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? കുറക്കുക. നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ മണ്ണിന്റെയൊക്കെ pH വാല്യൂ ഒക്കെ എന്ത് ചെയ്യുക? ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല് പോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? മണ്ണിന്റെയൊക്കെ pH വാല്യൂ കുറക്കുക. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയാലോ? നമുക്ക് ആസിഡ് റെയിനിന്റെ അല്ലെങ്കിൽ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും എന്ന് പറയാം. അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കിന് എന്ത് ചെയ്യാന്നറിയാലോ? ഈ സംഭവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ടർ പൊല്യൂഷൻ. നിങ്ങൾക്കറിയാലോ, വെള്ളത്തിൽ ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 വസ്തുക്കളാണ് വാട്ടർ പൊല്യൂഷന് കാരണം. ഒന്ന് പാത്തോജൻസ് എന്ന് പറയും. നിങ്ങൾ ബയോളജിക്കാരാണെങ്കിൽ അറിയണ്ടായിരിക്കും.
ഈക്കോളി എന്ന് പറയുന്ന മനുഷ്യന്റെ വിസർജ്യത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഈക്കോളി പോലുള്ള ബാക്ടീരിയകളൊക്കെ വെള്ളത്തിലൂടെ ചെന്നിട്ടാണ് വെള്ളം പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതിനെയാണ് നമ്മൾ പാത്തജൻസ് പറയുക. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് പാത്തജൻസ്. അതാണ് വാട്ടർ പൊല്യൂഷന് പ്രധാനപ്പെട്ട ഒരു കാരണം. രണ്ടാമത്തെ ഓർഗാനിക് മാറ്റർ എന്ന് പറയും. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ഈ ഇലകളൊക്കെ ചീഞ്ഞളിഞ്ഞിട്ടൊക്കെ വെള്ളത്തിൽ കിടന്നുകൂടുന്നതൊക്കെയാണ് ഓർഗാനിക് മാറ്ററിന്റെ അകത്ത് വരുന്ന വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് BOD കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം BOD. BOD എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? BOD എന്ന് പറയാം. അപ്പൊ എന്താണ് BOD? ഞാനിവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നോക്ക്, ഞാനിപ്പോ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഡ്രെയിനേജിൽ നിന്ന് 1 ലിറ്റർ വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. നേരെ മനസ്സിലാക്കണം കേട്ടോ ഈ ടേം. 1 ലിറ്റർ വെള്ളം എടുത്തു. ആ വെള്ളം നിങ്ങൾക്കറിയാം ഡ്രെയിനേജിലെ വെള്ളമാണ്, ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറാണ്. എന്തുകൊണ്ടാണ് അത് പൊല്യൂട്ടഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട ഓക്സിജൻസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നിറയെ ജീവികൾ ഉണ്ടാവും, സൂക്ഷ്മ ജീവികൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ എത്ര എമൗണ്ട് ഓക്സിജൻ കൊടുത്താലാണ്, പുറത്ത് നിന്ന് എത്ര എമൗണ്ട് ഓക്സിജൻ കൊടുത്താലാണ് ഇതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത്? ആ ഓക്സിജന്റെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ഓക്സിജൻ എന്ന് പറയും. എന്താ പറയാ? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, കുറെ ഓക്സിജൻ കൊടുക്കണം എന്നർത്ഥം. കുറെ ഓക്സിജൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്നർത്ഥം പറയുന്ന നോക്ക്, ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ 17 ppm അതിൽ കൂടുതലായിരിക്കും എന്നാണ്. 17 പാർട്സ് പെർ മില്യൺ ആയിരിക്കും. അതൊരു കോൺസെൻട്രേഷൻ അളവാണ് കേട്ടോ, കൂടുതലായിരിക്കും. 5 ppm താഴെയാണ് BODയുടെ വാല്യൂ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം കുറച്ച് ഓക്സിജൻ കൊടുത്താൽ മതി, മാറി കിട്ടും എന്നാണ്. അതിന്റെ അർത്ഥം BOD വാല്യൂ കുറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വെള്ളം പൊല്യൂഷൻ ഇല്ലാത്തതാണ് എന്നർത്ഥം. BODയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഹൈലി പൊല്യൂട്ടഡ് വാട്ടർ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താ BOD എന്ന് പറഞ്ഞാല് നമ്മുടെ നോക്ക്, എന്താണ് BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എടുത്തിട്ടുള്ള ഗിവൻ സാമ്പിൾ ഓഫ് വാട്ടറിന്റെ അകത്ത് എന്താണ് നമ്മൾ എത്ര എമൗണ്ട് ഓക്സിജൻ സപ്ലൈ ചെയ്താലാണ് ആ വെള്ളത്തിന്റെ പൊല്യൂഷൻ മാറി കിട്ടുക. ആ എമൗണ്ട് ഓഫ് ഓക്സിജനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുണ്ടല്ലോ? പിന്നെന്താ പറഞ്ഞത്? BOD വാല്യൂ ഹൈ ആണെങ്കിൽ ആ വെള്ളം എന്ന് പറയുന്നത് പൊല്യൂട്ടഡ് ആയിരിക്കും. BOD വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ലോ ആണെങ്കിൽ ആ വെള്ളം എന്ന് പറയുന്നത് ശുദ്ധീകരിച്ച വെള്ളമായിരിക്കും എന്നാണ്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗം, ചെറിയ ടോപ്പിക്, എന്താണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്ക്, ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ പൊല്യൂഷൻ കുറച്ചുകൊണ്ട് യൂസ്ഫുൾ ആക്കുക, നമുക്ക് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളെയാണ് ഗ്രീൻ കെമിസ്റ്റ് എന്ന് വിളിക്കുക. മനസ്സിലാവുണ്ടല്ലോ? ഗ്രീൻ കെമിസ്റ്റ്. അത് എന്താണ്? ആ ഗ്രീൻ കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ്? കൺവേർഷൻ ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ് ടു യൂസ്ഫുൾ വൺ. യൂസ്ഫുൾ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളാണ് ഗ്രീൻ കെമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്? നമ്മുടെ നിത്യജീവിതത്തിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്തൊക്കെ സംഭാവനകളാണ് ചെയ്തത്? നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. 2 പോയിന്റ് പഠിച്ചിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ എന്താ പറയുന്നതെന്ന് അറിയാലോ? മുമ്പത്തെ കാലത്ത് നമ്മുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോറോ എത്തീൻ എന്ന് പറയുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസ് ആണ് ഉപയോഗിച്ചിരുന്നത്, ക്ലോറോ എത്തീൻ. പക്ഷെ അത് ഗ്രീൻ കെമിസ്ട്രിക്കാര് അത് എന്ത് ചെയ്തു എന്നറിയാലോ? ക്ലോറോ എത്തീൻ വേണ്ട, ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം എന്ന് അവർ കണ്ടെത്തി. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ക്ലോറിൻ എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷന് വരെ കാരണമാകുന്ന ഹാംഫുൾ ഗ്യാസ് ആയതുകൊണ്ട് അത് വേണ്ട, നമുക്ക് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാൽ മതി എന്ന് കണ്ടെത്തിയത് ഗ്രീൻ കെമിസ്ട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. എന്താ പറഞ്ഞത്? ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ കോമ്പൗണ്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് ഗ്രീൻ കെമിസ്ട്രിക്കാർ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. ലിക്വിഫൈഡ് ആണ് കേട്ടോ, അതുകൊണ്ട് അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ക്ലോത്ത് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് ക്ലോറിൻ ഗ്യാസ് ആണ് ഉപയോഗിച്ചിരുന്നത്.
കളറ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ക്ലോറിൻ ഗ്യാസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, H2O2. H2O2 യാതൊരു ഹാംഫുൾ എഫക്റ്റും ഇല്ല, കാരണം ഹൈഡ്രജൻ ഓക്സിജനല്ലേ ഉള്ളൂ. അപ്പൊ H2O2 ആണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. അതാണ് അവരുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ എന്താണ്, ക്ലോറോ എത്തീൻ ഉപയോഗിച്ചിരുന്ന ക്ലീനിങ് ഓഫ് ക്ലോത്തിന് പകരമായിട്ട് ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് ഗ്രീൻ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. പിന്നെന്താ പറയുന്നത്, ക്ലോറിൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ്സ് ബ്ലീച്ച് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ മൂന്നാമത്തെ നിങ്ങൾ പഠിക്കണം എന്നില്ല കേട്ടോ. മൂന്നാമത്തത് സിന്തസിസ് ഓഫ് കെമിക്കൽസ് ആണ്. കെമിക്കൽസ് സിന്തസിസ് ചെയ്യുന്ന സമയത്ത് നോക്ക്, 90% ഈൽഡില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, എത്തനാൽ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അത് 1 സ്റ്റെപ്പ് ഓക്സിഡേഷനിലൂടെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. 90% ഈൽഡ് കിട്ടുക എന്നുള്ള വലിയ സംഭവമാണ്. കാരണം എന്താ, നമ്മളൊരു റിയാക്ഷൻ നടത്തിയിട്ട് 90% നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി സംഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ വളരെ കുറവായിരിക്കും, നമുക്ക് ഹാംഫുൾ എഫക്റ്റ് ഉള്ള സബ്സ്റ്റൻസുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ മൂന്നാമത്തത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾ പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. ഒന്നെന്താണ്, liquefied carbon dioxide is used instead of tetrachloroethene for cleaning of cloth. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ ബ്ലീച്ചിങ് ഓഫ് ക്ലോത്ത് ഇൻസ്റ്റെഡ് ഓഫ് ക്ലോറിൻ ഗ്യാസ്. ഈ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഷുവറായിട്ടും ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്ന എന്താണ് കുറച്ച് കാര്യങ്ങൾ. ഒന്ന് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല BOD ആണ്. അതേപോലെ തന്നെ അതിന്റെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ തന്നെ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ പറയുന്ന വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സംഭവങ്ങളൊന്നും സാധാരണ അങ്ങനെ ചോദിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കമ്പാരിറ്റീവ്ലി ഞാൻ ഇപ്പൊ പറഞ്ഞ 4 പോയിന്റുകൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സുഖമായിട്ട് നിങ്ങൾക്ക് നോർമൽ കേസിൽ തന്നെ നിങ്ങൾക്ക് 2 or 3 മാർക്ക് ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയില്ല, ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ സാർക്ക് നൽകും, നിങ്ങൾ സാറിന്റെ അടുത്തുന്നത് വാങ്ങിക്കുക. മനസ്സിലാവുണ്ടല്ലോ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് പറയാനുണ്ടാവുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇത് നിങ്ങൾ വിടരുത് കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, ഏറ്റവും സുഖമായിട്ട്. അപ്പൊ ഒരിക്കലും എന്താണ് ഈ ചാപ്റ്റർ വിടരുത്. സിമ്പിളാക്കിയും വിടല്ലേ, പഠിക്കാതെ പോയിട്ട് കത്തിയടിച്ച് അതിന് മാർക്ക് കിട്ടൂല കേട്ടോ. ഈ പറഞ്ഞ പോയിന്റുകൾ അതിന്റെ അകത്തുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അത് പഠിച്ചിട്ട് വേണം പോവാൻ. നിങ്ങൾ ആലോചിച്ചു, നിങ്ങളെ ഒരു P ബ്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്ന അതേ എഫക്റ്റ് ഇതിനും കിട്ടും. ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്, വെറുതെ ഉള്ള ഒരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് വിടരുത്. കാരണം നമുക്ക് കിട്ടുന്ന ഓരോ മാർക്കിനും വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ മാർക്ക് ടോട്ടൽ മാർക്കാണ് നോക്കുക. അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, കാരണം ഓർഗാനിക്കിലെ ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, നേരിട്ട് ക്ലാസ് കിട്ടാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒന്നും വിടാതിരിക്കുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അതിന് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഹലോ, പറയൂ. നമ്മൾ കെമിസ്ട്രിത്തെ പ്രധാനപ്പെട്ട ഹെഡിങ് മാത്രം പറഞ്ഞുതരൂ.
കേട്ടില്ലേ? ഇല്ല. ഇല്ല. അതായത് ഗ്ലോബൽ വാർമിങ്, പിന്നെ BOD, ഗ്ലോബൽ വാർമിങ്, BOD, പിന്നെ ആസിഡ് റെയിന്, പിന്നെ ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. അത് മാത്രമാണ് നമുക്ക് ഷുവറായിട്ട് ചോദിക്കുമെന്ന് പറയാൻ പറ്റുന്ന എൻവയോൺമെന്റ് കെമിസ്ട്രിയിലെ 4 ഹെഡിങ്ങുകൾ കേട്ടോ. അത് പഠിക്കാം. ഓക്കെ, താങ്ക് യു സർ.